ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബികോം തേർഡ് സെമ്മിലെ അഡ്വാൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. നിങ്ങൾക്ക് 5 മൊഡ്യൂളുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്? ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യും. മാത്രമല്ല പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ വർക്കൗട്ട് ചെയ്യും. അതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനിലും മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്? നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ? ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പാർട്ണർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് പാർട്ണർഷിപ്പ് എന്നും പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്നും ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ. ഒരു 2 പേര് പാർട്ട്നേഴ്സാണ്, പുതിയൊരാൾ കയറി വരുന്നു, അതാണ് അഡ്മിഷൻ. അന്നേരം എന്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ബുക്സിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ. റിട്ടയർമെൻറ്റ്, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോകുന്നു. ഡെത്ത്, ഒരു പാർട്ട്ണർ മരിച്ചു പോകുന്നു, അന്നേരം എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഡിസൊല്യൂഷൻ. ഇത്രയാണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചത്. പക്ഷെ ഇവിടെ ഇത്രയും ടോപ്പിക്സ് ഇല്ല, ഡിസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ജസ്റ്റ് കുറച്ച് ഇൻട്രൊഡക്ഷൻ, എന്താണ് പാർട്ണർഷിപ്പ് എന്നും അങ്ങനെ കുറച്ച് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിസൊല്യൂഷനിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡിസൊല്യൂഷൻ ഓൾറെഡി നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതല്ലേ, അപ്പോൾ അത് തന്നെ ആയിരിക്കത്തില്ലേ? അത് തന്നെയാണ്, പക്ഷേ എങ്കിലും കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പുതിയൊരു വെറൈറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ 2 ടോപ്പിക്ക് എക്സ്ട്രാ ഉണ്ട്. പുതിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പം ഗാർണർ വേഴ്സസ് മൊറേ റൂളും പീസ് മീൽ ഡിസ്ട്രിബ്യൂഷനും. പേരായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഈ ഡിസൊല്യൂഷൻ ക്വസ്റ്റിനകത്ത് ഈ 2 ടോപ്പിക്കും കൂടി കയറി വരും. അത്രേ ഉള്ളൂ. അതെന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിനൊരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ കോൺസെപ്റ്റ് സെറ്റ് ആവും. ഓക്കെ അല്ലേ? ഇത്രയാണ്. കാരണം ഡിസൊല്യൂഷൻ, പിന്നെ അഡീഷണൽ ആഡ് ചെയ്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഗാർണർ വേഴ്സസ് മൊറേ റൂളും പീസ് മീൽ ഡിസ്ട്രിബ്യൂഷനും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ട്രാക്ക് ചെയ്യേണ്ടതെന്ന്. ഓക്കെ അല്ലേ? അന്നേരം എന്താണ് ഡിസൊല്യൂഷൻ നമുക്ക് നോക്കാം. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പം നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ക്ലോസ് ഡൗൺ ചെയ്യണം, വൈൻഡ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പൂട്ടിപ്പോവാണ്. അന്നേരം ഒരു പാർട്ണർഷിപ്പ് ഫേം പൂട്ടിപ്പോകുമ്പോൾ എന്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ? ഒരു ഫേം പൂട്ടിപ്പോകുമ്പം സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ് പൂട്ടുകയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അവിടെ ഇരിക്കുന്ന അസറ്റ് എല്ലാം കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ വിറ്റ് കാശാക്കും. ആ കാശ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി പേ ചെയ്യും. അസറ്റ് വിറ്റ് കാശാക്കുന്നു, ലയബിലിറ്റി പേ ചെയ്യുന്നു, എന്നിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ പാർട്ണേഴ്സ് വിഡ്രോ ചെയ്യേണ്ടി പോകും. ഇതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. അപ്പം ഒരു ഫേം പൂട്ടിപ്പോകുമ്പോൾ അസറ്റ് വിറ്റ് കാശാക്കുന്നു, ആ കാശ് എടുത്ത് ലയബിലിറ്റി പേ ചെയ്യുമ്പം ഏത് ലയബിലിറ്റി ആദ്യം പേ ചെയ്യും? എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യും, പിന്നീട് ഇൻറ്റേർണൽ ലയബിലിറ്റി പേ ചെയ്യും, എന്നിട്ടേ പാർട്ണേഴ്സ് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ണേഴ്സ് വിഡ്രോ ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. അന്നേരം ഈ പൂട്ടിപ്പോകുന്ന കമ്പനി അന്നേരം ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്ലോസ് ചെയ്യാം? ഓക്കെ അല്ലേ? ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്ലോസ് ചെയ്യാം? അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഫേമിൻ്റെ എന്തോ ആയിക്കോട്ടെ, ഏതിൻ്റെ ആയിക്കോട്ടെ, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണെന്ത്? റിയലൈസേഷൻ അക്കൗണ്ട്. പിന്നീട് അവർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യാൻ വരയ്ക്കുന്ന അക്കൗണ്ടാണ് എന്ത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കും? റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കും. എന്തിനാണ്? അസറ്റ് ആൻഡ് ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ. പിന്നെ നമ്മളെന്ത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കും, ക്യാപിറ്റൽ ക്ലോസ് ചെയ്യാൻ. പിന്നീട് ഇവിടെ അസറ്റ് റിയലൈസ് ആവുന്നില്ലേ, ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നില്ലേ, പിന്നെ ക്യാഷിന് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് നമ്മൾ എന്തും വരയ്ക്കും? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ പ്രധാനപ്പെട്ട 3 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഏതൊക്കെയാണ്? റിയലൈസേഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. എക്സാമിന് ചിലപ്പം റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം വരയ്ക്കാൻ പറയും. ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ചോദിക്കൂല, റിയലൈസേഷൻ അക്കൗണ്ടും മാത്രം വരയ്ക്കാൻ പറയും. സിമ്പിൾ അല്ലേ? എന്നിട്ട് ഈ 3 അക്കൗണ്ട് വരയ്ക്കാൻ പറയുവാണെങ്കിൽ അവർ ഏത് റൂളൂടെ അപ്ലൈ ചെയ്യാൻ പറയും? ചിലപ്പോൾ ഈ ഗാർണർ വേഴ്സസ് മൊറേ റൂൾ എന്നൊരു പുതിയൊരു കോൺസെപ്റ്റ് കൂടി ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അങ്ങനെ ചോദിക്കുന്ന 15 മാർക്കിനും അത് ഉറപ്പായിട്ടും കയറി വരും. ഒന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം എക്സാം ചോദിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 3 എന്താണ് പ്രിപ്പയർ റെലവൻ്റ് അക്കൗണ്ടിനെ പറയൂ, റെലവൻ്റ് അക്കൗണ്ട്സിനെ പറയത്തുള്ളൂ, ഏതൊക്കെ അക്കൗണ്ടാണ് പറയില്ല. അങ്ങനെ പറയുവാണെങ്കിൽ ഈ 3 അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നും
ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ട്, ഇതെല്ലാം നമുക്കൊരു പ്രോബ്ലത്തിലൂടെ സെറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും ചെയ്യാം, എൻട്രീസും കവർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ്, എന്താണ് പാർട്ണർഷിപ്പ് എന്ന് ചോദിക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. രണ്ടുപേരും ചേർത്ത് ചെയ്യുന്ന പരിപാടിയാണെന്ത്, പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് ചോദിക്കുക. ആ ഡീഡ് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണെന്ന് ചോദിക്കാം. പിന്നെ ഡിസൊല്യൂഷൻ ആംഗിളിൽ വരുമ്പം എന്താണ് ഡിസൊല്യൂഷൻ ചോദിക്കാം. പിന്നെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്താണ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്താണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് എല്ലാ പാർട്ണർ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പ് ഫോം പൂട്ടാൻ പറ്റും. എഗ്രിമെൻറ്റ് പ്രകാരം ഇത് ഡിസോൾവ് ചെയ്യാൻ പറ്റും. പിന്നീട് കമ്പൾസറി ഡിസൊല്യൂഷൻ വെച്ച് എന്താണ് ചോദിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, കമ്പൾസറി ഡിസൊല്യൂഷൻ. ഓക്കെ അല്ലേ? എന്ന് പറയുമ്പം വേർ ദ ഓൾഡ് പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെൻറ്റ്, ഒന്നെങ്കിൽ എല്ലാ പാർട്ട്ണറും പാപ്പരായി, ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണർ പാപ്പരായി, ആ സിറ്റുവേഷൻ സംഭവിക്കാം, നമ്മുടെ ഫോം ഡിസോൾവ് ആവാം. പിന്നീട് നമ്മുടെ വേർ ദ ബിസിനസ് ബിക്കം ഇല്ലീഗൽ, നമ്മുടെ ബിസിനസ് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നീട് ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അപ്പോഴും സംഭവിക്കും, കമ്പൾസറി ആയിട്ട് ഡിസോൾവ് ആകും. ഓക്കെ അല്ലേ? പിന്നെ ഒന്നെങ്കിൽ എല്ലാ പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്, ആ കേസിൽ സംഭവിക്കും കമ്പൾസറി ഡിസോൾവ് ആകും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 പോയിൻറ്റോ എഴുതിയാൽ മതി. പിന്നെ ചില കേസിൽ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് പറയും എന്ത് പറയും, ഡിസോൾവ് ആവാൻ പറയും. ആ ഏത് കേസാണ്, വെൻ എ പാർട്ണർ ബിക്കം അൺസൗണ്ട് മൈൻഡ്, ഇവിടെ പാർട്ണർ അൺസൗണ്ട് മൈൻഡിലേക്ക് എത്തിക്കാൻ സംഭവിക്കും, ഡിസോൾവ് ആവാൻ പറയും. പിന്നീട് പാർട്ട്നേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി പെർഫോം ചെയ്യാതിരുന്നാൽ സംഭവിക്കും, അപ്പോഴും കോർട്ട് പറയാൻ എന്ത് പറയും, പൂട്ടിക്കൊള്ളാൻ പറയും. പിന്നെ സംഭവിക്കും, ഏതെങ്കിലും ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണറോ എന്തെങ്കിലും പരിപാടി മിസ്കണ്ടക്ട് ചെയ്ത് നമ്മുടെ ആ ബിസിനസിൻ്റെ ഫേമിനെ അഫക്റ്റ് ചെയ്താൽ സംഭവിക്കും, നമ്മുടെ കോർട്ട് പറയും നിർത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചിരുന്നാൽ മതി, 4 5 പോയിന്റ് മാക്സിമം. ഓക്കെ അല്ലേ? ഓക്കെ, പ്രീവിയസിൽ ചോദിച്ചതാണ്. എന്താണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കമ്പൾസറി ഡിസൊല്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഓക്കെ അല്ലേ? വേറെയും തിയറീസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം ആ ടോപ്പിക്ക് എത്തുമ്പോൾ. ഓക്കെ, ഇതാണ്ട് കണ്ടോ, എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്താണ്, കണ്ടോ, മെയ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഉണ്ട്, പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്, അതിനെന്താ ഞാൻ പറയാം. ഓക്കെ, അത് നമ്മളിപ്പം ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്നപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, മാക്സിമം നമുക്ക് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് തന്നെ ഇതെല്ലാം കവർ ചെയ്യാം. ഇനി നമുക്ക് ഡിസൊല്യൂഷൻ ടൈമിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ക്ലോസ് ഡൗൺ ചെയ്തത് നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എൻട്രിയും പഠിച്ചു പോവാം. ഓക്കെ, നോക്കിയോ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇതിൽ നോക്കിയോ, ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഫോം ഡിസോൾവ് ആവുകയാണ്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫോം ഡിസോൾവ് ആവുകയാണ്, ഇന്ന് 31 ഡിസംബറിൽ ഡിസോൾവ് ആവുകയാണ്. അന്നേരം അസറ്റ് ആൻഡ് വേർ റിയലൈസ്ഡ്, കുറച്ച് അസറ്റ് വിറ്റ് കാശാക്കിയിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ബില്ല് പെയ്ഡ് ഇൻ ഫുള്ള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബില്ല് പേബിളും ഫുൾ പേ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ 7,800 സെറ്റിൽ ചെയ്തു. ഈ അസറ്റൊക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടി കുറേ എക്സ്പെൻസ് ആയിട്ടുണ്ട്, എനിക്ക് റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 200 ആയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തുവാ റിക്വയർഡ്, പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ടില്ല. നെസസറി ലെഡ്ജർ അക്കൗണ്ട്സിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ 3 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 3 അക്കൗണ്ടും വരച്ചു വെക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തുകൊണ്ട് റിക്വയർഡ് 3 അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 അക്കൗണ്ട് ഫസ്റ്റ് വരച്ചു വെക്കുക. റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ഒരു ക്യാഷ് അക്കൗണ്ട്. ഫസ്റ്റ് 3 അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പ്രോബ്ലത്തിലൂടെ കോൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റിയെ അക്കൗണ്ടിനെ ക്ലോസ് ഡൗൺ ചെയ്യണം. അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ, ഈ കിടക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെയും നമ്മൾ ബുക്ക് വാല്യൂ തന്നെ ക്ലോസ് ഡൗൺ ചെയ്യണം. എങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിലിട്ട് ക്ലോസ് ഡൗൺ ചെയ്യണം. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ
നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലിട്ട് ക്ലോസ് ഡൗൺ ചെയ്യണം. ഏത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റ് നോക്കിയോ, നമുക്കറിയാം ഒരു അസറ്റ് ഡെബിറ്റ് ബാലൻസ് അല്ലേ? ഒരു അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? ക്രെഡിറ്റിൽ പോകും. അപ്പോൾ എൻട്രി എങ്ങനെ വരും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഒരു അസറ്റ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റിലോട്ട് പോകും. അന്നേരം എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ഇനി അപ്പോൾ ലയബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ ഡെബിറ്റിൽ പോകും. അന്നേരം എൻട്രി എന്താ? ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്ന അസറ്റിനെയും ലയബിലിറ്റിയെയും റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ഡൗൺ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കിക്കോ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റിൽ ഇടണം. ഒരു അസറ്റിനെ ക്ലോസ് ഡൗൺ, അപ്പോൾ നിങ്ങൾ പറയരുത് അസറ്റ് ഡെബിറ്റ് ആണോ ഡെബിറ്റ് ഇടും അല്ല. അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റിയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എഴുതണം. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് നോക്കിക്കോളൂ. ആദ്യം നമുക്ക് ലയബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബില്ല് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെ 3 ലയബിലിറ്റി ഇല്ലേ? 3 ലയബിലിറ്റി ഉണ്ടല്ലോ. ഈ 3 ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ലയബിലിറ്റിയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ഞാൻ എന്തോ ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്രെഡിറ്റേഴ്സ് 8000. ക്രെഡിറ്റേഴ്സ് ആദ്യം ലയബിലിറ്റി ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. ക്രെഡിറ്റേഴ്സ് അതേത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ തന്നെ. ക്രെഡിറ്റേഴ്സ് 8000. പിന്നെ ബില്ല് പേയബിൾ 2000. ഷോർട്ട് ഫോം എഴുതരുത്. ബില്ല് പേയബിൾ 2000. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 1500. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 1500. ഓക്കെ അല്ലേ? ലയബിലിറ്റിയെ ക്ലോസ് ഡൗൺ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എന്ത് വരും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? ക്യാപിറ്റൽ ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ക്യാപിറ്റൽ ഇവരുടെ? ക്യാപിറ്റൽ 10,000 6,000. ക്യാപിറ്റൽ 10,000 6,000. ഓക്കെ, കണ്ട ഈ ലയബിലിറ്റി സൈഡിലുള്ള എല്ലാം നമ്മൾ സെറ്റ് ചെയ്തില്ലേ? ഓക്കെ അല്ലേ? ഇനി അസറ്റ് സൈഡിൽ നോക്കിയോ. ക്യാഷ് കൊണ്ട് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ക്യാഷ് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് ഇല്ലേ? ക്യാഷ് നമ്മൾ അസറ്റ് റിലീസ് ചെയ്യുക, അപ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, ലയബിലിറ്റി പേ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ക്യാഷിന് മൂവ്മെൻറ്റ്സ് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്യാഷ് സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചത് കൊണ്ട് അവിടെ കൊണ്ട് എൻ്റെ ഓപ്പണിംഗ് എഴുതുക, ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യരുത്. ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷിൻ്റെ ബാലൻസ് എത്രയാണ്? ഓക്കെ, ക്യാഷിൻ്റെ ബാലൻസ് 500. ക്യാഷിൻ്റെ ബാലൻസ് 500. ക്യാഷിൻ്റെ ബാലൻസ് 500. ദെൻ അടുത്തെന്താണ്? അടുത്ത സൺട്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, സ്റ്റോക്ക്, ഫാക്ടറി പ്രെമിസസ്. ഈ അസറ്റിനെയൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യണ്ടേ? അസറ്റൊക്കെ എന്തിന് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ? ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ എന്തോ ആവും? ക്രെഡിറ്റ് ആവൂലേ? അപ്പോൾ എൻട്രി എന്ത് വരും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഏത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ. അന്നേരം നോക്കിക്കോ, ക്യാഷ് ഒഴികെ ഡെപ്റ്റേഴ്സ് 2000 ഉണ്ട്. പിന്നീട് മെഷീനറി 6000 ഉണ്ട്. സ്റ്റോക്ക് 2000 ഉണ്ട്. ഫാക്ടറി പ്രെമിസസ് പിന്നീട് 15,000 ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി തൊട്ട് താഴെ പി ആൻഡ് എൽ അക്കൗണ്ട് കിടപ്പുണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ
അത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് ലോസുമാണ്. എങ്ങനെ മനസ്സിലാച്ചാൽ ഇത് അസറ്റിൽ കിടക്കുമല്ലേ, അസറ്റിൽ കിടക്കുവാണെങ്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ഇത് ഡെബിറ്റ് ബാലൻസ് അല്ലേ. അപ്പം പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഈ ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഏത് റേഷ്യോയിൽ? അവരുടെ ഓൾഡ് റേഷ്യോയിൽ. ഓക്കെ അല്ലേ. ഈ പി ആൻഡ് എൽ അക്കൗണ്ട് അക്യുമുലേറ്റഡ് ലോസ് ആണ്. എങ്ങനെ മനസ്സിലായി? അസറ്റിൽ കിടക്കുന്നത് കൊണ്ട് ഇത് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ. അപ്പം വീതിക്കുമ്പോൾ എൻട്രി എന്താണ്? ഇപ്പം ഡെബിറ്റിൽ കിടക്കുമല്ലേ, ഇപ്പം പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റിൽ കിടക്കുക, അപ്പോൾ അത് വീതിച്ചു കൊടുക്കുമല്ലേ, അപ്പോൾ അത് ക്രെഡിറ്റിൽ പോവും. ആർക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്? പാർട്ട്നേഴ്സിന്. ഓക്കെ അല്ലേ. പാർട്ട്നേഴ്സിൻ്റെ പേരെന്താണ്? പാർട്ട്നേഴ്സിൻ്റെ പേര് റാമും ശ്യാമും. ഓക്കെ അല്ലേ. അപ്പോൾ എൻട്രി ലോസ് വീതിക്കുമ്പോൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പം ഡെബിറ്റ് ചെയ്യും. റാം ക്യാപിറ്റൽ ഡെബിറ്റ്, ശ്യാം ക്യാപിറ്റൽ ഡെബിറ്റ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ. കാരണം പി ആൻഡ് എൽ അസറ്റിൽ കിടക്കുവാണ്, അപ്പോൾ അത് ഡെബിറ്റ് ബാലൻസാണ്. അത് വീതിച്ചു കൊടുക്കുമ്പോൾ അത് ക്രെഡിറ്റിൽ പോവും. ഓക്കെ അല്ലേ. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും ബിക്കോസ് ലോസ് ആയതുകൊണ്ട്. ഓക്കെ. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 ആണ്. 2000. ഓക്കെ അല്ലേ. ഓക്കെ. അവരുടെ റേഷ്യോ പറഞ്ഞാൽ 3:2 ആണ്. 3:2 ആണ് റേഷ്യോ. 3:2. അപ്പം 2000 ഇൻറ്റു 3/5 എത്ര കിട്ടും? 1200 800 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് അല്ലേ. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതുക. റാമിന് 1200 ഇവന് 800. ഓക്കെ. ഇപ്പം 3 എൻട്രി നമ്മൾ പഠിച്ചു. അസറ്റ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ എൻട്രിയും പഠിച്ചു, ലയബിലിറ്റി ക്ലോസ് ഡൗൺ എൻട്രി പഠിച്ചു. ഇൻ കേസ് എന്താണ് ലോസ് അക്കൗണ്ടിലെ ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആണെങ്കിലും അതിൻ്റെ എൻട്രിയും പഠിച്ചു. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി എന്ത് വരും? തിരിച്ചിട്ടാൽ പോരെ. പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് വരും. കാരണം പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡെബിറ്റിലോട്ട് പോകും. അപ്പം പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. പ്രോഫിറ്റ് അല്ലേ, ക്യാപിറ്റൽ കൂടും. ഓക്കെ. അപ്പോൾ നമ്മൾ അസറ്റിനെയും ലയബിലിറ്റിയും ക്ലോസ് ഡൗൺ ചെയ്തു. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ക്യാഷിന് 2 ഇതിടുക, ക്യാഷ് എന്ന് എഴുതുക. ഓക്കെ, ക്ലിയർ. ഇനി അസറ്റ് വിറ്റ് കാശാക്കുന്നു. എൻട്രി എന്ത് വരും? ഒരു അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താണ്? അസറ്റ് വിൽക്കുമ്പോൾ സാധാരണ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്നാണ് വരേണ്ടത് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, അസറ്റ് വിൽക്കുമ്പോൾ കാശ് കിട്ടും, അസറ്റ് കുറയും. നമ്മൾ ഓൾറെഡി ഈ അസറ്റിനെയൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തില്ലേ? ഈ അസറ്റിനെ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ വീണ്ടും അസറ്റ് എന്ന് വരില്ല, എന്തേ വരത്തുള്ളൂ? ടു. ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ എൻട്രി വരും. ഓക്കെ. ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഒരു ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ ക്യാഷ് പോകും. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ എൻട്രി എന്താ? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റി അല്ല, എന്താണ്? ക്യാഷ്. ഓക്കെ അല്ലേ. കാരണം ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നല്ലേ പറഞ്ഞത്. ഓൾറെഡി ലയബിലിറ്റി നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ എൻട്രി എങ്ങനെ വരത്തുള്ളൂ? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷിനെ വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി ക്യാഷ് കിട്ടുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ. അപ്പോൾ ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ക്യാഷ് അക്കൗണ്ടിലും എഴുതണം. നമ്മുടെ പറയാം, ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ. അപ്പോൾ ക്യാഷ് കൂടും, റിയലൈസേഷന് ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ അല്ലേ. ഓക്കെ. ഇവിടെ നോക്കൂ. ഇവിടെ പറയുക, ദ അസറ്റ് വെർ റിയലൈസ്ഡ് ആസ് ഫോളോസ്. ഡെപ്റ്റേഴ്സ് 1500 കിട്ടി, മെഷീനറി 3000 കിട്ടി, സ്റ്റോക്ക് 1200 കിട്ടി, ഫാക്ടറി പ്രെമിസ് 10,000 കിട്ടി. ഓക്കെ അല്ലേ.
അസറ്റ് റിയലൈസ് ചെയ്യില്ലേ? അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി എന്തോന്ന് ഞാൻ പറഞ്ഞത്, അസറ്റ് റിയലൈസ് ചെയ്യുമ്പം എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. ഒരു അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഓൾറെഡി ക്യാഷ് നേടിയിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് അസറ്റ് കിട്ടിയത്? ഡെപ്റ്റേഴ്സ് എത്രയാണ്? ഡെപ്റ്റേഴ്സ് എനിക്കൊരു 1500 രൂപ കിട്ടി. പിന്നീട് ഒരു മെഷീനറി എത്രയാണ്? 3000 റുപ്പീസ് കിട്ടി. പിന്നീട് സ്റ്റോക്ക് എത്ര കിട്ടി? സ്റ്റോക്ക് 1200 കിട്ടി. പിന്നീട് ഫാക്ടറി പ്രമിസസ് എത്രയാണ് കിട്ടിയത്? പ്രമിസസ് 10,000 റുപ്പീസ് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെ ടോട്ടൽ അപ്പോൾ എത്ര കിട്ടി കാണും? എനിക്ക് ടോട്ടൽ എത്ര കിട്ടി കാണും? 1500, 3000, 1200, 10,000. ടോട്ടൽ എനിക്ക് എത്രയാണ്? 15,700 റുപ്പീസ് കിട്ടി. 15,700 റുപ്പീസ് ക്യാഷ് കിട്ടി. ഓക്കെ അല്ലേ? എനിക്ക് ടോട്ടൽ ഇത്രയും കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ 15,700 കിട്ടുമ്പോൾ ക്യാഷ് കൂടത്തില്ലേ? അന്നേരം തന്നെ എന്ത് ചെയ്യുക? ക്യാഷിന് ഡെബിറ്റിൽ പോയിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് എഴുതുക. ഓക്കെ അല്ലേ? ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോ, അസറ്റ് റിയലൈസ്ഡ് എന്ന് എഴുതിക്കോ. ടോട്ടൽ 15,700 റുപ്പീസ് കിട്ടി. 15,700 റുപ്പീസ് കിട്ടി. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രണ്ടിടത്ത് ഒരുമിച്ച് തന്നെ പോസ്റ്റ് ചെയ്ത് പോകണം. അല്ല, ഈ റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം, പിന്നെ ക്യാഷ് അക്കൗണ്ട് ചെയ്യാം, ആ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാം ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇനി ക്വസ്റ്റ്യൻ പറയാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബില്ല് പേയബിളും പെയ്ഡ് ഇൻ ഫുൾ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ബില്ല് പേയബിൾ പെയ്ഡ് ഇൻ ഫുൾ. ഓക്കെ അല്ലേ? അപ്പോൾ ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി എന്തോ ഞാൻ പറഞ്ഞേ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നല്ലേ? ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നല്ല, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ്. അപ്പോൾ ലയബിലിറ്റി പേ ചെയ്യുമ്പം റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ബാങ്ക് ഓവർ ഫുൾ എമൗണ്ട് കൊടുക്കുന്നല്ലേ പറഞ്ഞേക്കുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ടും പിന്നെ ബില്ല് പേയബിൾ എമൗണ്ടും ഫുള്ള് കൊടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു 1500 രൂപ കൊടുക്കാറുണ്ട്, അത് ഫുള്ള് കൊടുത്തു. ബില്ല് പേയബിളും ഞാൻ ഫുള്ള് കൊടുത്തു. ഓക്കെ, കൊടുത്തു. മാത്രമല്ല ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ടിൽ എത്ര സെറ്റിൽ ചെയ്തു? 7,800 സെറ്റിൽ ചെയ്തു. ക്യാഷ് കൊടുത്തല്ലോ, ലയബിലിറ്റി പേ ചെയ്യുമല്ലേ? ലയബിലിറ്റി പേ ചെയ്യുമ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നല്ലേ? അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്രെഡിറ്റേഴ്സിന് ഫുള്ള് കൊടുത്തില്ല, ഞാൻ 7,800 രൂപ കൊടുത്തോളൂ. ഓക്കെ അല്ലേ? ഇതോടെ തീർന്നു? ഇല്ല, ഒരു റിയലൈസേഷൻ എക്സ്പെൻസ് കൂടി ആയിട്ടില്ലേ? അപ്പോൾ അതും പേ ചെയ്യണ്ടേ? റിയലൈസേഷൻ എക്സ്പെൻസ് 200 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ ഇത്രയാണ് പേ ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, എല്ലാ ലയബിലിറ്റി സെറ്റിൽ ചെയ്തു, എല്ലാ അസറ്റും റിയലൈസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ലയബിലിറ്റി പേ ചെയ്ത് നോക്കാം. 1500, 2000, 7,800, 1500, 2000, 7,800, 200, 11,500, 11,500 റുപ്പീസ് ടോട്ടൽ പേ ചെയ്തു. ടോട്ടൽ ലയബിലിറ്റി പേ ചെയ്തില്ലേ? 11,500 റുപ്പീസ് പേ ചെയ്യുമല്ലേ? പേ ചെയ്യുമ്പോൾ ക്യാഷ് കുറയത്തില്ലേ? അപ്പോൾ ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റിൽ പോയിട്ട് റിയലൈസേഷൻ എന്ന് എഴുതുക. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും കിട്ടുമ്പോഴും കൊണ്ട് ഡെബിറ്റും ചെയ്യാം, ക്രെഡിറ്റും ചെയ്യാം, പോകുമ്പോഴും അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 11,500 ഔട്ടറിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പേ ചെയ്തില്ലേ? അപ്പം നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്തു, ലയബിലിറ്റി പേ ചെയ്തു. ഇനി നമുക്ക് ഈ റിയലൈസേഷൻ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീവാലുവേഷൻ ചെയ്ത പോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റും ഡെബിറ്റ് കൂടുതലാണെങ്കിൽ ലോസും. ഓക്കെ, ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റും ഡെബിറ്റ് കൂടുതലാണെങ്കിൽ ലോസും. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് റിയലൈസേഷനകത്ത് എന്താ പറയുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസും, ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും. ഈ ക്വസ്റ്റിനകത്ത് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ.
എത്രയാ? ഡെബിറ്റിൽ 36,500 ക്രെഡിറ്റ് കുറവാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂട്ടിയിട്ട് ക്രെഡിറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ലോസ് കിട്ടും. ഇവിടെ പറയാം റിയലൈസേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും. ഈ ക്വസ്റ്റിനകത്ത് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റ് കുറയ്ക്കുമ്പോൾ ലോസ് അല്ലേ? ആ ലോസ് എമൗണ്ട് 9,300 റുപ്പീസാണ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് കുറയ്ക്കുന്നു. അപ്പം നമുക്ക് ബാലൻസ് ഫിഗർ 9,300 റുപ്പീസ് കിട്ടും. ആ ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആരുടെയൊക്കെ? റാമിൻ്റെയും ഷ്യാമിൻ്റെയും. ഓക്കെ അല്ലേ? ഏത് റേഷ്യോയിൽ? അവരുടെ ഓൾഡ് റേഷ്യോയിൽ, അതായത് 3:2 എന്ന റേഷ്യോ തന്നെ. ഓക്കെ അല്ലേ? റേഷ്യോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 3:2 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ തന്നിട്ടുണ്ട്. അപ്പം ലോസ് വീതിക്കുമ്പം, ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പം റാമിന് 5,580 ഷ്യാമിന് 3,720 കിട്ടും. ഓക്കെ അല്ലേ? ലോസ് അല്ലേ? ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങോട്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ലോസ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയൂലേ? ക്യാപിറ്റൽ അക്കൗണ്ട് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണം. ലോസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ട് റിയലൈസേഷൻ എഴുതിയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ ബ്രാക്കറ്റിൽ ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അന്നേരം എൻട്രി പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ എൻട്രി എന്താണ്? റിയലൈസേഷൻ ലോസ്. ഇവരുടെ ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. ക്യാപിറ്റൽ അക്കൗണ്ട് കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി റാമിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ്, ഷ്യാമിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ടു റിയലൈസേഷൻ അല്ലേ? അപ്പോൾ എത്രയാണ്? റാമിൻ്റെ ലോസ് 5,580, ഷ്യാമിൻ്റെ 3,720, ടോട്ടൽ 9,300 റുപ്പീസ്. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് ആണെങ്കിലോ ഈ എൻട്രി തിരിച്ചിട്ടാൽ പോരെ. എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു റാം ടു ഷ്യാം. ഓക്കെ അല്ലേ? ലോസ് ആയതുകൊണ്ട് ഇനി എല്ലാം കഴിഞ്ഞു. ലയബിലിറ്റി പേ ഓഫ് ചെയ്തു, അസറ്റ് റിയലൈസ് ചെയ്തു. എന്നിട്ട് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് വിഡ്രോ ചെയ്യാം. ഓക്കെ അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എക്സസ് ക്യാപിറ്റലുണ്ട്, അവർക്ക് വിഡ്രോ ചെയ്യാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അവർക്ക് ഡെഫിഷ്യൻസിയാണ്, പൈസ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഒന്നുമില്ല. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് വിഡ്രോ ചെയ്യാം. ഡെബിറ്റ് ആണെങ്കിൽ അവർ ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരണം, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. അന്നേരം റാമിൻ്റെ ക്യാപിറ്റൽ എനിക്ക് മനസ്സിലായി, ക്രെഡിറ്റ് ആണ് കൂടുതൽ. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് കുറച്ചപ്പം എനിക്കൊരു 3,220 രൂപ കിട്ടി. അതുപോലെ തന്നെ ഷ്യാമിൻ്റെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എടുക്കാം? റാമിന് 3,220, ഷ്യാമിന് എത്രയാണ്? 1,480 രൂപയും വിഡ്രോ ചെയ്യാം. ഓക്കെ അല്ലേ? ക്യാഷ് കൊടുക്കണം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കുമല്ലേ? ക്യാഷ് പോവുമല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ എവിടെ പോവും? ക്രെഡിറ്റിൽ പോയിട്ട് റാമിൻ്റെ ക്യാപിറ്റൽ, റാമിന് 3,220 രൂപ കൊടുക്കണം, ഷ്യാമിന് 1,480 രൂപ കൊടുക്കണം. ഓക്കെ അല്ലേ? കിട്ടാവളെ കിട്ടി, കൊടുക്കാവളെ കൊടുത്തു. ഇപ്പം ഇഫ് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നെങ്കിലോ, ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ കൂടുതലെങ്കിലോ, ഇപ്പം ക്യാഷ് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നേനെ. അപ്പോൾ ക്യാഷ് കൂടും, അപ്പോൾ ഡെബിറ്റ് ചെയ്തേനെ. ഓക്കെ അല്ലേ? അങ്ങനെയും വരാം. ഓക്കെ, എന്നിട്ട് കിട്ടാവളെ കിട്ടി, കൊടുക്കാവളെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് ടാലി ആവണം. ഒരു പോലും ബാക്കി വരാൻ പാടില്ല, ക്യാഷ് ടാലി ആവണം. ക്യാഷ് അക്കൗണ്ട് കൂട്ടി നോക്കുമ്പം ഡെബിറ്റ് സൈഡിൽ ഒരു 500 ഉണ്ട്, റിയലൈസേഷൻ അസറ്റ് റിയലൈസ് ആയതിൻ്റെ 15,700 ഉണ്ട്. ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 16,200 കിട്ടും. ഓക്കെ അല്ലേ? ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ 11,500 എന്ന് പറയുമ്പോൾ ലയബിലിറ്റി പേ ചെയ്ത്, പിന്നെ റാമിൻ്റെ ക്യാപിറ്റൽ പേ കൊടുത്തതും ഷ്യാമിൻ്റെ ക്യാപിറ്റൽ കൊടുത്തതും ഇതൂടെ ആഡ് ചെയ്യുമ്പോൾ 16,200 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ടാലി ആയിട്ടില്ലേ? 15 മാർക്കും എന്തോ ആണ്. ഓക്കെ അല്ലേ? നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാ അക്കൗണ്ടും വരയ്ക്കണം. ലെഡ്ജർ അക്കൗണ്ട് എന്നല്ല, അക്കൗണ്ട്സ്. ഇത് കണ്ട അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ 3 അക്കൗണ്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. 15 മാർക്ക് സിമ്പിളായിട്ട് കിട്ടിയല്ലേ? ഇതൊരു ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയൊക്കെ വരും. ഈ ഒരു 15 മാർക്കിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ കൂടെ ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അപ്ലൈ ചെയ്യും.
അന്നേരം നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ വരും. അതുകൂടി പഠിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് തന്നെ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറയും. ഓക്കെ, ബാക്കി 2 അക്കൗണ്ട് കട്ടാവും, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കായ ഗാർണർ വേഴ്സസ് മൊറേറോ നമുക്ക് നോക്കാം. ഓക്കെ ആണോ? അന്നേരം നമുക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രോബ്ലത്തിലൂടെ പഠിച്ചു. ഇനി ഈ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഒരു കോൺസെപ്റ്റ് കൂടി ആഡ് ആവും എന്ന് പറയുമ്പം ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ. ഓക്കെ അല്ലേ? ഈ റൂൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? പേര് അത്ര ടഫൊന്നുമല്ല, ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ എന്താ പറയുക നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസോൾവെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാക്കിയ ലോസ് സോൾവെൻറ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ അല്ലേ? നമ്മളൊരു 4 പേര് പാർട്ട്നേഴ്സാണ്, അതിലൊരു പാർട്ട്ണർ ഉണ്ടാക്കിയ ലോസ് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഏത് റേഷ്യോ ടേക്ക് ഓവർ ചെയ്യും? ഏത് റേഷ്യോയിൽ ടേക്ക് ഓവർ ചെയ്യും? അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ ടേക്ക് ഓവർ ചെയ്യണം എന്ന് പറയുന്നതാണ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ. ഓക്കെ അല്ലേ? അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഇൻസോൾവെൻറ്റ് പാർട്ട്ണർ ഉണ്ടാക്കിയ ലോസ് സോൾവെൻറ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഏത് റേഷ്യോയിൽ? അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ എന്ന് പറയുന്നതാണ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ. ഓക്കെ അല്ലേ? അതപ്പം തോന്നും ഇതെന്തിനാ ഇങ്ങനെ പറയണ, ഇഷ്ടമുള്ള റേഷ്യോ അങ്ങ് എടുത്താൽ പോരെ. ഓക്കെ അല്ലേ? പിന്നെ പറയും ഒരു 4 സിറ്റുവേഷനിൽ ഈ റൂൾ അപ്ലൈ ആവത്തില്ല. എക്സാമിന് ചോദിക്കും എന്താണ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ ചോദിക്കും. ഇതാണ് ചോദിച്ചിട്ടുണ്ട്. ഗാർണർ വേഴ്സസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു 4 സിറ്റുവേഷനിൽ ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഏതൊക്കെയാണ് സിറ്റുവേഷൻസ്? ഒരു 4 സിറ്റുവേഷനിൽ ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് സിറ്റുവേഷൻ നോക്കാം. നമ്മുടെ പറയാം ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ എന്ന് പറയുമ്പം ഒരു ഇൻസോൾവെൻറ്റ് പാർട്ണർ ഉണ്ടാക്കിയ ലോസ് സോൾവെൻറ്റ് പാർട്ണേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഏത് റേഷ്യോയിൽ? അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നതാണ് ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ. ഒരു 4 സിറ്റുവേഷനിൽ ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ സിറ്റുവേഷനാണ്? ഫസ്റ്റ്, 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. ദ ഫേം ഹാസ് ഓൺലി 2 പാർട്ട്നേഴ്സ്. ഇപ്പം ഞാനും വേറെ ആൾ എയും ബി എന്നൊരു പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഉണ്ടാക്കിയ ലോസ് ആരും ഓട്ടോമാറ്റിക് ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും? ബി ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഈ റൂളിൻ്റെ ആവശ്യമുണ്ടോ? റേഷ്യോ ഫൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ റൂൾ അപ്ലൈ ആവില്ല. അപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉള്ളപ്പോഴും ഈ റൂൾ അപ്ലൈ ആവില്ല. പിന്നെ എപ്പോഴാണ്? ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം, എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് പാപ്പരായി, അപ്പോഴും എന്ത് വരില്ല? ഈ റൂൾ അപ്ലൈ ആവില്ല. ഓക്കെ അല്ലേ? ഇനി വെൻ ദർ ഇസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, ഇപ്പോൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, ഇവർ ഓൾറെഡി എഗ്രിമെൻറ്റ് പാർട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ആരെങ്കിലും ഇൻസോൾവെന്റ് പാപ്പരായി കഴിഞ്ഞാൽ നമ്മൾ ആ ലോസ് ഈ റേഷ്യോ 3:2 എന്ന റേഷ്യോയിലോ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ 4:3 എന്നോ 5:2 എന്നോ ഈ റേഷ്യോ ടേക്ക് ഓവർ ചെയ്യണമെന്ന് എഗ്രിമെൻറ്റ് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്താവില്ല? ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അവസാനം ചെയ്യാൻ പോണ ഇത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോൾവെൻറ്റ് പാർട്ട്നേഴ്സ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ അല്ലേ? അതായത് ഡെബിറ്റ് ബാലൻസ് ഉള്ളവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ എ ബി സി ഡി പാർട്ട്നേഴ്സാണ്. ഓക്കെ അല്ലേ? എ എന്ന ഒരാൾ പാപ്പരായി, അവൻ ഉണ്ടാക്കിയ ലോസ് ഞാൻ പറഞ്ഞു റിമൈനിങ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ടേക്ക് ഓവർ ചെയ്യുമ്പോഴും ഈ ബി സി ഡി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം എങ്കിലേ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് ഡെബിറ്റ് സൈഡാണ്, ബി പാപ്പരൊന്നും ആയിട്ടില്ല, പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് കൂട്ടിയപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ബിക്ക് ആ ലോസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 പാർട്ട്നേഴ്സ് ഉള്ളപ്പം ഈ റൂൾ അപ്ലൈ ആവില്ല. ഏത് റൂള്? ഗാർണർ വേഴ്സസ് മൊറേറോ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഇൻസോൾവെൻ്റ് ആയി, എല്ലാവരും പാപ്പരായി, അപ്പോഴും ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇവർ ഓൾറെഡി പാർട്ണർഷിപ്പ് ഡീഡിൽ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ഭാവിയിൽ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ റേഷ്യോ ടേക്ക് ഓവർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴും ഈ റൂൾ പറ്റൂല. പിന്നെ
പാർട്ട്നേഴ്സിന് മസ്റ്റായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ മാത്രമേ ലോസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂല. ഈ 4 സിറ്റുവേഷൻ ചിലപ്പോൾ ചോദിക്കാതിരിക്കുക. എന്നാൽ ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ അല്ലേ? ആ കൂട്ടത്തിൽ ഇതും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതാണ് ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ. ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം? ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ലോസ് ടേക്ക് ഓവർ ചെയ്യുവാണല്ലോ, ആ ലോസ് ടേക്ക് ഓവർ എന്ന റേഷ്യോ, ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര സിമ്പിളാണ്. ആ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ആ റേഷ്യോ ആദ്യം അവൻ ഉണ്ടാക്കി വെച്ച ലോസ് കണ്ടുപിടിക്കും. ആരാണോ ഇൻസോൾവൻ്റ് ആയത് അവൻ ഉണ്ടാക്കിയ ലോസ് കണ്ടുപിടിക്കും. ഒരു 20,000 റുപ്പീസ് ലോസ് വന്നു. അതുള്ള ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഏത് റേഷ്യോയിൽ? ക്യാപിറ്റൽ റേഷ്യോയിൽ. ആ ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിച്ചാൽ ഇത് സോൾവ് ആയി. ഓക്കെ അല്ലേ? 15 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമ്മൾ എന്താണ് ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ എന്ന് നോക്കി, അത് ഏതൊക്കെ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ അല്ലെന്ന് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനിൽ അത് ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ നോക്കിയോ, ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇത് തന്നെ. പക്ഷേ ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെ എത്തുമ്പോഴാണ് ആ റൂൾ വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയോ, PQRS പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ 4:3:2:1 ആണ് റേഷ്യോ. ഓക്കെ, ഡിസോൾവ് ആവാൻ പോവാണ് എന്ന് 13th ഏപ്രിലാണ് ഡിസോൾവ് ആവുന്നത്. അന്നത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. P&Qൻ്റെ ക്യാപിറ്റൽ റിസർവ്, ക്രെഡിറ്റേഴ്സ്, ലോണ്, പിന്നെ അസറ്റ് ആൻഡ് ലയബിലിറ്റി അസറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് P-ൻ്റെയും Q-ൻ്റെയും ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റി കിടക്കുമല്ലേ. പക്ഷേ R-ൻ്റെയും X-ൻ്റെയും ക്യാപിറ്റൽ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ അല്ലേ? കാരണം അസറ്റ് കിടക്കുമല്ലേ. ഓക്കെ, എന്നിട്ട് ദ ഫോളോയിങ് അസറ്റ് ആർ റിയലൈസ്ഡ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കിട്ടി, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, എല്ലാ അസറ്റും കിട്ടി. ദ എക്സ്പെൻസ് ഓൺ ഡിസൊല്യൂഷൻ 7,800 കിട്ടി, എക്സ്പെൻസ് ആയിട്ടുണ്ട്. പിന്നെ ഫർദർ ക്രെഡിറ്റർ 80,000 ഹാഡ് ടു മെറ്റ്. എന്താ ഞാൻ പറയാം, ആർ ബിക്കം ഇൻസോൾവെൻറ്റ്. അപ്പോൾ ആരാണ് പാപ്പരായത്? ആറാണ് പാപ്പരായത് അല്ലേ? ആർ ബിക്കം ഇൻസോൾവെൻറ്റ്. ഓക്കെ, എന്നിട്ട് അവൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് വിറ്റ് ഒരു പോലും കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ഫോമിൽ പാർട്ട്നേഴ്സ് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ അല്ലേ? ഇതിനകത്ത് അവൻ പാപ്പരായ സമയത്ത് അവൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് ഒരു പോലും തന്നിട്ടില്ല. ഓക്കെ, ഒന്നും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്ലൈ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ. ഓക്കെ, പ്രിപ്പയർ, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ചെയ്തേ പറ്റൂ. ഗാർണർ വേഴ്സസ് മൊറേറ റൂൾ അപ്ലൈ ചെയ്യുക പറയുവാണെങ്കിലും ഈ 3 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? 15 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്കറിയാം അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ 3 അക്കൗണ്ട് വരയ്ക്കും. ഏതൊക്കെ അക്കൗണ്ടാണ്? റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ 3 അക്കൗണ്ട് വരയ്ക്കും. ശ്രദ്ധിക്കുക, നമ്മളിവിടെ 3 അക്കൗണ്ട് വരയ്ക്കും. എന്നിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്ന അസറ്റിനെയും ലയബിലിറ്റിയും റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ അല്ലേ? ആ അക്കൗണ്ട്സിനൊക്കെ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യും. ഏത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ ക്ലോസ് ഡൗൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആദ്യം ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ലയബിലിറ്റീസിനെ ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. നോക്ക്, P-ൻ്റെയും Q-ൻ്റെയും ക്യാപിറ്റൽ അല്ലേ? P-ൻ്റെയും Q-ൻ്റെയും ക്യാപിറ്റലാണ്. ഓക്കെ, P-ൻ്റെയും Q-ൻ്റെയും ക്യാപിറ്റൽ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ലയബിലിറ്റി കിടക്കുമല്ലേ? അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ക്രെഡിറ്റിൽ പോയിട്ട് ബാലൻസ് ബ്രോഡ് എന്ന് എഴുതുക. P-ക്ക് 1,68,000, Q-ന് 1,08,000. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണോ? ബാലൻസ് ബ്രോഡ് എന്ന് എഴുതുക. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗാർണർ വേഴ്സസ് മൊറേറ റൂളിനകത്ത് റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ആ ലോസ് എമൗണ്ട് ഇവർ ക്യാഷായിട്ട് കൊണ്ടുവരേണ്ടി വരും. സോൾവെൻറ്റ് പാർട്ട്നേഴ്സ്, ഇൻസോൾവെൻറ്റ് പാർട്ട്നേഴ്സ് അല്ല, സോൾവെൻറ്റ് പാർട്ട്നേഴ്സ്. ഞാൻ പ്രോബ്ലം വിഷയമായിട്ട് പറയാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവും ഇല്ലേ? ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവും ഉണ്ടല്ലോ.
റിസർവ് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? റിസർവ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിൽ. അപ്പം റിസർവ് വീതിക്കുമ്പോൾ എൻട്രി എന്താ? റിസർവ് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, അത് വീതിക്കുമ്പോൾ ഡെബിറ്റ് ആവൂലേ? അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ എന്ത്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? റിസർവ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ആവും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, ഏത് റേഷ്യോയിൽ? 4:3:2:1 എന്ന റേഷ്യോയിൽ. 4:3:1 എന്ന റേഷ്യോയിൽ. ഓക്കെ, ജനറൽ റിസർവ് 95,000 ഉണ്ട്, അത് വീതിക്കുമ്പം 4:3:2:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ എത്ര കിട്ടും? 38,000, 28,500, 19,000, 9,500. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് വീതിക്കുമ്പോൾ എൻട്രി എന്താണ്? അതായത് നിങ്ങൾ ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് തന്നെ ഫുൾ ഫോം എഴുതണം. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് ഈ റേഷ്യോയിൽ വീതിക്കുമ്പോൾ എന്താണ്? 10,000, 7,500, 5,000, 2,500. ഓക്കെ അല്ലേ? നമ്മൾ റിസർവ് വീതിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്, മോർട്ട്ഗേജ് ലോണും ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ്, മോർട്ട്ഗേജ് ലോൺ ലയബിലിറ്റി അല്ലേ? ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി അല്ലേ? ലയബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യണ്ടേ? ആ ലയബിലിറ്റി അക്കൗണ്ട്സിന് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റിലിടും. ലയബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെയാണ്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുക. കാരണം ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ? ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ അല്ലേ? അപ്പോൾ ലയബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഏത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ. ഇവിടെ ക്രെഡിറ്റേഴ്സ് 36,000, മോർട്ട്ഗേജ് ലോൺ 1,10,000 ഉണ്ടല്ലോ. അപ്പം ക്രെഡിറ്റേഴ്സ് 36,000, ലോൺ 1,10,000. ബുക്ക് വാല്യൂ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അക്കൗണ്ടിനെ ക്ലോസ് ഡൗൺ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പം ലയബിൾ സൈഡ് എല്ലാം കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡ് വരുമ്പം എങ്ങനെയാണ്? അസറ്റിനെ അക്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യണം, ക്ലോസ് ഡൗൺ ചെയ്യണം. അസറ്റ് ഡെബിറ്റ് ബാലൻസ് അല്ലേ? ക്ലോസ് ഡൗൺ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഒരു അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഏത് വാല്യൂവിൽ? ബുക്ക് വാല്യൂവിൽ. ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഇതാണ്ടേ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ലാൻഡ് ആൻഡ് ബിൽഡിങ് 2,46,000, ഫർണിച്ചർ 65,000, സ്റ്റോക്ക് 1,00,000, ഡെപ്റ്റേഴ്സ് 72,500. ബുക്ക് വാല്യൂവിൽ തന്നെ ക്ലോസ് ഡൗൺ ചെയ്തു. ഇനി അടുത്ത ക്യാഷ് ആണ്. ക്യാഷ് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യില്ല, കാരണം ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് ഇനി ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് അത് അറിയാൻ വേണ്ടി ക്യാഷിന് സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. ക്യാഷിന് അസറ്റാണ്, ഡെബിറ്റിൽ പോയിട്ട് ബാലൻസ് ബ്രോഡോ എന്ന് എഴുതി പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്നിട്ട് ആറിൻ്റെയും എസിൻ്റെയും ക്യാപിറ്റൽ അസറ്റിൽ കിടക്കുമല്ലേ? ആറിൻ്റെയും എസിൻ്റെയും ക്യാപിറ്റൽ അസറ്റിൽ സൈഡ് കിടക്കുകയാണ്. അപ്പോൾ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ബാലൻസ് ബ്രോഡോ എന്ന് എഴുതിയിട്ട് ആർക്കാണ്? ആറിനും എസിനും പോസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ആറിനും എസിനും അക്കൗണ്ടിൽ എഴുതുക. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന എല്ലാ ഐറ്റംസിനെയും നമ്മൾ എടുത്ത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ബാലൻസ് ഷീറ്റ് എല്ലാ അക്കൗണ്ടും നമ്മൾ സെറ്റിൽ ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ സംഭവിച്ചു നോക്കാം. ഇനി അസറ്റ് വിറ്റ് കാശായി കാണും, ലയബിലിറ്റി പേ ചെയ്ത് കാണും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മൾ ഒരു അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താ? ഒരു അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താണ്? നമുക്കറിയാം, ക്യാഷ് കിട്ടും. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അല്ല, റിയലൈസേഷൻ ആണ്. അപ്പോൾ റിയലൈസേഷൻ ഡെബിറ്റിൽ ക്യാഷ് എന്ന് എഴുതി വെക്കുക. ക്യാഷ് കിട്ടുന്നത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ,
കാരണം ഓരോന്ന് വിൽക്കുന്നു അന്നേരം തന്നെ ക്യാഷിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ടോട്ടൽ എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പം റിയലൈസ്ഡ് ഡെബിറ്റിൽ ഞാൻ ക്യാഷ് നേടിയിട്ടുണ്ട്. ഓക്കെ, നോക്ക്, ദ അസറ്റ് വെർ റിയലൈസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,30,000 rupees കിട്ടി. പൈസ കിട്ടിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,30,000 rupees കിട്ടി. നമ്മൾ എൻട്രി എന്തുവാ? അസറ്റ് റിയലൈസ് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അല്ലേ? അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,30,000 rupees കിട്ടി. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 42,000 കിട്ടി. ഫർണിച്ചർ 42,000 കിട്ടി. പിന്നെ സ്റ്റോക്ക് 72,000 കിട്ടി. സ്റ്റോക്ക് 72,000. പിന്നെ ഡെപ്റ്റേഴ്സ് 65,000 കിട്ടി. ഡെപ്റ്റേഴ്സ് 65,000. ടോട്ടൽ എനിക്ക് 4,09,000 rupees കിട്ടി. ടോട്ടൽ എനിക്ക് 4,09,000 rupees ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് കൂടൂലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോയിട്ട് റിയലൈസേഷൻ എന്ന് എഴുതിയിട്ട് എത്രയാണ്? 4,09,000 rupees. 4,09,000 rupees അസറ്റ് റിയലൈസ്ഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നമ്മൾ ഞാൻ ഓർഡർ തെറ്റിക്കുന്നില്ല, ആ ഓർഡറിൽ തന്നെയാണ് ചെയ്തു പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അടുത്ത, ദ എക്സ്പെൻസ് ഓഫ് ഡിസൊല്യൂഷൻ എമൗണ്ട് ടു ₹7,800. റിയലൈസേഷൻ എക്സ്പെൻസ് 7,800. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് പോയി. റിയലൈസേഷൻ എക്സ്പെൻസ് അല്ല, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. അങ്ങനെ എഴുതി വെച്ചാൽ റിയലൈസേഷൻ എക്സ്പെൻസ് എഴുതി വെച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ആവും. ഓക്കെ, നമ്മൾ ഓൾറെഡി അക്കൗണ്ട്സൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റിൽ പോയിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് എഴുതുക. എത്ര? 7,800. ഓക്കെ അല്ലേ? റിയലൈസേഷൻ എക്സ്പെൻസ് 7,800 കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുന്നത്. ഫർദർ ക്രെഡിറ്റർ ഓഫ് 18,000 ഹാഡ് ടു ബി മെറ്റ്. ഓൾറെഡി ക്രെഡിറ്റേഴ്സ് ആകെ 2 ലയബിലിറ്റി ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 36,000 കൊടുക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സിന് 36,000 കൊടുക്കാൻ. ഫർദർ ക്രെഡിറ്റേഴ്സും കൂടി ഉണ്ട്, ഒരു 18,000. അപ്പം ടോട്ടൽ എത്ര ക്രെഡിറ്റേഴ്സ് വന്നത്? ഇവിടെ ഓൾറെഡി ഇപ്പം പറയാം. ഓൾറെഡി ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 36,000 ഉണ്ട്. ഓക്കെ, 36,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതിലൂടെ ഫർദർ ക്രെഡിറ്റർ ഒരു 80,000 കൂടി വന്നു. അപ്പോൾ ടോട്ടൽ 54,000 കൂടി വന്നിട്ടുണ്ട്. 54,000. ഓക്കെ അല്ലേ? അത് നമ്മൾ പേ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. പേ ചെയ്തു, ക്യാഷ് പോയി. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് 54,000. ഫർദർ ക്രെഡിറ്റർ എന്നാണ് പറഞ്ഞാൽ ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള എമൗണ്ട് 36,000-നകത്ത് 18,000 കൊടുത്ത് തീർത്തുന്നല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് റെഡ്യൂസ് എന്നൊക്കെ പറഞ്ഞ് വരും. ഫർദർ ക്രെഡിറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 36,000 കൂടെ ഒരു 18,000 കൂടി ക്രെഡിറ്റ്സ് ഉണ്ടായത്, അതും കൂടി പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് ആർ ബിക്കം ഇൻസോൾവൻ്റ് ആയിട്ടുണ്ട്. അവൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് വിറ്റപ്പോൾ 1 രൂപ പോലും കിട്ടില്ല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്തതിന് മുൻപ് നമുക്ക് ലയബിലിറ്റി ഒരു ക്രെഡിറ്റർ ക്രെഡിറ്റർ കേട്ടോ, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 36,000. ഓക്കെ, ഒരു ലോൺ എമൗണ്ട് ഇല്ലേ? ഒരു ലോൺ എമൗണ്ട് 1,10,000 rupees ഇല്ലേ? കൊടുക്കാനില്ലേ? മോർഗേജ് ലോൺ 1,10,000 rupees കൊടുക്കാനുണ്ട്. അത് വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് വേണ്ട, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇത്ര രൂപ കുറച്ച് കൊടുത്താൽ മതി, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വാല്യൂവിനെ കൊടുക്കണം. ലോൺ, മോർഗേജ് ലോൺ 1,10,000 rupees തന്നെ കൊടുക്കണം. ഓക്കെ, അത് കൊടുക്കുമ്പം അപ്പം അത് കൊടുത്തു തീർത്തു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോണിനെ പറ്റി ഒന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പം കൊടുത്തേ പറ്റൂ, ലോൺ എമൗണ്ട് കൊടുത്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ എത്ര കൊടുത്തു പറഞ്ഞിട്ടില്ല, എത്രയാണ് ആ ബുക്ക് വാല്യൂ തന്നെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 1,71,800 rupees നമ്മൾ
പേ ചെയ്തിട്ടുണ്ട്. ക്യാഷ് പോയില്ലേ? ക്യാഷ് പോയി. അപ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് റിയലൈസേഷൻ എന്ന് എഴുതി 1,71,800 റുപ്പീസ് പോസ്റ്റ് ചെയ്യുക. 1,71,800 റുപ്പീസ് പോസ്റ്റ് ചെയ്യുക. ക്യാഷ് പോയി. ഇനി പറഞ്ഞിട്ടുണ്ട് 6 ഇൻസോൾവൻ്റായി അവന് ഒരു രൂപയും കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെ സിറ്റുവേഷനിൽ ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസുമാണ്. നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസും, ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും. ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഏത് റേഷ്യോയിൽ? അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ. ഓക്കെ, ഇവിടെ ലോസ് ആണ് 1,300,000 റുപ്പീസ് ലോസ് ആണ്. 1,300,000 റുപ്പീസ് ലോസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു 6,55,300 റുപ്പീസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ക്രെഡിറ്റ് കുറച്ചപ്പം എനിക്ക് ലോസ് 1,300,000 റുപ്പീസ് ലോസ് കിട്ടി. ആ ലോസ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് റേഷ്യോയിലാണ്? 4:3:2:1 എന്ന റേഷ്യോയിൽ വിധിച്ചപ്പം പിക്ക് 14,120, ക്യൂവിന് 30,90, ആറിന് 260, എസിന് എത്രയാണ്? 130 കിട്ടി. ഓക്കെ അല്ലേ? ഇത്ര എമൗണ്ട് ലോസ് അല്ലേ? ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ലോസ് ആയാലും പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോസ് ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ലോസ് നമ്മൾ എന്ത് ചെയ്തു? റിയലൈസേഷൻ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ആ ലോസ് എമൗണ്ട് ഇൻസോൾവെൻ്റ് പാർട്ട്ണർ അല്ല, സോൾവെൻ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ പറയാം, ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ആ ലോസ് എമൗണ്ട് സോൾവെൻ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. ഡെബിറ്റ് ബാലൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സോൾവെൻ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. ഓക്കെ, റിയലൈസേഷൻ ലോസ് എമൗണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ 6 അല്ലേ ഇൻസോൾവെൻ്റ് ആയേ? അപ്പോൾ 6 ഒഴികെ ബാക്കിയുള്ള എല്ലാവരും PQS അവർ ലോസ് എമൗണ്ട് ക്യാഷായിട്ട് കൊണ്ടുവരണം. അന്നേരം എൻട്രി എന്തുവാ? ലോസ് എമൗണ്ട് ക്യാഷായി കൊണ്ടുവരും. എൻട്രി എന്താ? ക്യാഷ് കൊണ്ടുവരുമില്ല. അപ്പോൾ ക്യാഷ് കൂടത്തില്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? P കൊണ്ടുവരും, 2Q കൊണ്ടുവരും, 2S കൊണ്ടുവരും. ഓക്കെ അല്ലേ? ക്യാഷ് കൊണ്ടുവരുമ്പം ക്യാഷ് കൂടും, അവരുടെ ക്യാപിറ്റലും കൂടും. ശ്രദ്ധിക്കുക, റിയലൈസേഷൻ ലോസ് എമൗണ്ട് ക്യാഷായിട്ട് കൊണ്ടുവരുമ്പോൾ ക്യാഷും കൂടും ക്യാപിറ്റലും കൂടും. ക്യാഷ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് കണ്ടോ, ക്യാഷ് എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ട് അവന്മാരെന്ത് ചെയ്യണം? ക്യാഷായിട്ട് കൊണ്ടുവരുമ്പം ക്യാപിറ്റൽ കൂടും. കണ്ടോ? ഓക്കെ, ഈ ലോസ് എമൗണ്ട് 6 ഒഴികെ 6 കൊണ്ടുവരാൻ പാടില്ല. 6 ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ലോസ് എമൗണ്ട് ക്യാഷായി കൊണ്ടുവരണം. ക്യാഷായി കൊണ്ടുവരുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടും. ദ സെയിം ടൈം ക്യാഷും കൂടും. ക്യാഷ് കൂടി ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ഡെബിറ്റ് സൈഡിൽ പോയിട്ട് PQS P 40,120, Q എത്രയാണ്? 30,900, S 10,030 രൂപയും കൊണ്ടുവരും. അവിടെയും ചെയ്യുക, രണ്ടിടത്ത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ റിയലൈസേഷൻ കഴിഞ്ഞു. എടാ പ്രോഫിറ്റ് ആണെങ്കിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ. പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ഒരു പരിപാടി വരത്തില്ല. ലോസ് ആണെങ്കിൽ മാത്രം ഈ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ലോസ് എമൗണ്ട് ക്യാഷായി കൊണ്ടുവരും. ഇല്ലെങ്കിൽ കൊണ്ടുവരില്ല. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിനകത്ത് ലോസ് ആയിരുന്നല്ലോ, അവിടെ ഇത് ക്യാഷായി കൊണ്ടൊന്നും വന്നില്ല, കാരണം ഈ റൂൾ ഇല്ല. ഓക്കെ, ശരി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്കറിയാം 6 അല്ലേ പാപ്പരായത്. അപ്പോൾ 6ൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ക്ലോസ് ചെയ്യണം.
ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യുക. ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം അതായത് ആറിൻ്റെ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കണം. ആറിൻ്റെ അവനാണല്ലോ പാപ്പരായത്, ഇൻസോൾവൻ്റ് അവനാണല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും അവന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അപ്പോൾ ആറിൻ്റെ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കുക. അപ്പോൾ അവൻ ഉണ്ടാക്കി വെച്ച ലോസ് ഇത്ര കിട്ടും. ആ ലോസ് എമൗണ്ട് ആര് ടേക്ക് ഓവർ ചെയ്യണം? PQS ടേക്ക് ഓവർ ചെയ്യണം. പക്ഷേ ഇവരിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ളവർക്ക് പറ്റത്തില്ല, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർക്ക് പറ്റൂ. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആർ ഉണ്ടാക്കി ലോസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റ് ക്ലോസ് ചെയ്യുക. എടുത്ത് എഴുതരുത്, ആ ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കുക. അപ്പോൾ ആർ ഉണ്ടാക്കി വെച്ച ലോസ് കിട്ടും. ഓക്കെ, ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, നമുക്ക് ആറിൻ്റെ ലോസ് കണ്ടുപിടിക്കാം. ആർ ഉണ്ടാക്കി വെച്ച ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആറിന് ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കണം. ആറിന് ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കുമ്പം ഓക്കെ, ഒരു എമൗണ്ട് മിസ്സിങ് ആയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് നോക്കാം. കുറയ്ക്കുമ്പോൾ നമുക്ക് ആറ് ഉണ്ടാക്കി വെച്ച ലോസ് 21,060 രൂപ കിട്ടും. ഓക്കെ, ആറ് ഉണ്ടാക്കി വെച്ച ലോസ് നമുക്ക് എത്ര കിട്ടും? 21,000. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചു. ഡെബിറ്റ് സൈഡ് കൂട്ടി നമ്മൾ ക്രെഡിറ്റ് സൈഡ് കുറച്ചു. അപ്പം ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചപ്പം എനിക്ക് ആറ് ഉണ്ടാക്കി വെച്ച ലോസ് കിട്ടി. 21,060 രൂപയാണ് ആറിൻ്റെ ഡെഫിഷ്യൻസി. ഈ ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യും? ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ബാക്കിയുള്ളൊരു സോൾവൻ്റ് ആണെങ്കിലും ഈ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഡെബിറ്റ് ബാലൻസ് ഉള്ളവർക്ക് ലോസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നോക്ക്, ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കറിയാം. പിൻ്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് ആണ് കൂടുതൽ, ക്യൂവിൻ്റെയും ക്രെഡിറ്റ് ആണ് കൂടുതൽ. ആറാണ് ഇൻസോൾവൻ്റ് ആയത്. പക്ഷേ എസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കൂ. എസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എസിന് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ എസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടാ, ആറുണ്ടാക്കി വെച്ച ലോസ് സോൾവൻ്റ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. ഏത് ബാലൻസ് ഉള്ളവർ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർ. ഈ ക്വസ്റ്റിനകത്ത് പിയും ക്യൂവും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഓക്കെ അല്ലേ? എസിൻ്റെ കേസ് നോക്കുമ്പം എസിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലോസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ക്യാപിറ്റൽ റേഷ്യോ, അതായത് ആ ലോസ് ടേക്ക് ഓവർ ബൈ പി ആൻഡ് ക്യൂ ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ, ആ ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് അഡ്ജസ്റ്റ് ചെയ്തതിന് മുൻപുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. പിയും ക്യൂവിൻ്റെയും കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. എസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സിന് ലോസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആ പിൻ്റെയും ക്യൂവിൻ്റെയും ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ആറ് ഉണ്ടാക്കിയ ലോസ്, ആറിന് ഡെഫിഷ്യൻസി 21,060 രൂപയാണ്. ആറ് ഡെഫിഷ്യൻസി വർക്കിംഗ് നോട്ട് നമ്പർ 1 ആണ് ചെയ്യേണ്ടത് കേട്ടോ. വർക്കിംഗ് നോട്ട് നമ്പർ 1. ആറ് ഡെഫിഷ്യൻസി ടേക്കൺ ഓവർ ബൈ ആരൊക്കെ? സോൾവെൻ്റ് പാർട്ട്നേഴ്സ്. ഏത് ബാലൻസ് ഉള്ളവർ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർ. ഇവിടെ ആരൊക്കെയാണുള്ളത്? പിയും ക്യൂവും. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ല, ക്വസ്റ്റ്യൻ നോക്കിക്കോ. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുക്കുക. ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിസർവ് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? 1,68,000 പിന്നെ എത്രയാണ്? 1,08,000 ഉണ്ട്. പിന്നെ റിസർവ് പിൻ്റെയും ക്യൂവിൻ്റെയും മാത്രം. പിക്ക് 38,000, മറ്റ് എത്രയാണ്? 28,500 ആണ്. ക്യാപിറ്റൽ റിസർവ് എത്രയാണ്? 10,000-ഉം 7,500-ഉം ആണ്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാൻ നേരത്ത് ക്യാപിറ്റലും എടുക്കണം, റിസർവും എടുക്കുക. അന്നേരം ടോട്ടൽ എടുക്കുമ്പം 2,16,000 രൂപയും 1,44,000 രൂപയും കിട്ടും. ഓക്കെ അല്ലേ? 2,16,000 രൂപയും 1,44,000 രൂപയും എന്ത് കിട്ടും? ആ ക്യാപിറ്റൽ കിട്ടും. ഇതിന് റേഷ്യോ ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ 3 പൂജ്യം കളഞ്ഞാൽ പോരെ. അപ്പോൾ റേഷ്യോ എങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം. 2,16,000 രൂപയും 1,44,000 രൂപയും കിട്ടിയില്ലേ. 3 പൂജ്യം കളയുമ്പോൾ എത്ര വരും? 216:144 എന്ന റേഷ്യോയിൽ ആ ലോസ് ടേക്ക് ഓവർ ചെയ്യും. ഇവൻ ഉണ്ടാക്കി വെച്ച ഈ 21,060 രൂപ എന്ന ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യും? പിയും ക്യൂവും ടേക്ക് ഓവർ ചെയ്യും. എടാ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20,000 ചുമ്മാ പറയാം, 20,000 രൂപയാണ് ലോസ്. 20,000 രൂപ ലോസ് വന്നു. ഇപ്പം മാറുടെ ക്യാപിറ്റൽ വരുമ്പം ഒരു ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസും 5,000 റുപ്പീസും വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യൂടാ? ഇവിടെ ഒരു 3 പൂജ്യം കളയും, ഇവിടെയും പോട്ടെ 4 പൂജ്യം കളഞ്ഞു, 4 പൂജ്യം കളഞ്ഞു. അപ്പോൾ എത്ര? 1:5 ആയില്ലേ. അപ്പോൾ 20,000 ഇൻറ്റു 1/5ഉം 20,000 ഇൻറ്റു എത്രയാണ്? 1/6ഉം 5/6ഉം ഇല്ലേ? 20,000 ഇൻറ്റു 1/6ഉം 5/6ഉം. അതുപോലെ തന്നെ ഉള്ളൂ ഈ റേഷ്യോ എത്രയാണ്? ഇവനുണ്ടാക്കിയ ലോസ് ആറിൻ്റെ ലോസ് 21,060 രൂപയാണ്. ആ ലോസ് ടേക്കൺ ഓവർ ബൈ പി ആൻഡ് ക്യൂ ഇൻ ദർ ക്യാപിറ്റൽ റേഷ്യോ. ക്യാപിറ്റൽ റേഷ്യോ എത്രയാണ്? 216:144. അപ്പോൾ ആ ടോട്ടൽ എടുക്കുമ്പോൾ എത്രയാണ്? 360 കിട്ടും. അപ്പോൾ 21,060 ഇൻറ്റു 216 ഡിവൈഡ് ബൈ 360 എത്ര കിട്ടും? 12,636 രൂപ ആര് ടേക്ക് ഓവർ ചെയ്യും? പി ടേക്ക് ഓവർ ചെയ്യും. ക്യൂ എത്ര ടേക്ക് ഓവർ ചെയ്യും? 21,060 ഇൻറ്റു 144 ഡിവൈഡ് ബൈ 300 എത്രയാണ്? 8,424 രൂപ ക്യൂ ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? അപ്പോൾ നമ്മൾ ഗാർണർ വേഴ്സസ് മുറർ അപ്ലൈ ചെയ്യാനെടുത്ത് ഉണ്ടാക്കിയ ലോസ് കണ്ടുപിടിച്ചു 21,060. ആ ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യും? സോൾവെൻറ്റ് പാർട്ട്നേഴ്സ്. ഏത് ബാലൻസ് ഉള്ളവർ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർ. നോക്കിയപ്പോൾ പിയിനും ക്യൂവിനും മാത്രമേ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൂ. അപ്പോൾ പിയും ക്യൂവും ടേക്ക് ഓവർ ചെയ്യും. അവരുടെ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാൻ എടുത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, റിസർവ് എടുക്കുക. ഓക്കെ ക്ലിയർ? അന്നേരം നമ്മൾ അതും എടുത്തപ്പോൾ എത്ര കിട്ടി? അവരുടെ ക്യാപിറ്റൽ റേഷ്യോ കിട്ടി. അപ്പോൾ അന്നേരം പി 12,636 രൂപയും ക്യൂ 8,424 രൂപയും ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ അല്ലേ? ഈ ലോസ് ടേക്ക് ഓവർ ചെയ്യുമ്പം പിയും ക്യൂവും ടേക്ക് ഓവർ ചെയ്യുമല്ലേ, ലോസ് ടേക്ക് ഓവർ ചെയ്യുമല്ലേ. ലോസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. അപ്പം പീസ് ക്യാപിറ്റൽ ഡെബിറ്റ്, ക്യൂസ് ക്യാപിറ്റൽ ഡെബിറ്റ് ടു ആരുടെ ടേക്ക് ഓവർ ചെയ്യുന്നത്? ആർസ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? അപ്പം ടേക്ക് ഓവർ ചെയ്യുമ്പം ഇവൻ 12,636 രൂപയും ഇവൻ 8,424 രൂപയും ഇവൻ്റെ ടോട്ടൽ ലോസ് 21,060 രൂപയും. ഓക്കെ അല്ലേ? അപ്പം പിൻ്റെയും ക്യൂവിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമല്ലേ. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ആർസ് ക്യാപിറ്റലിനായിട്ട് ആ ലോസ് വീച്ച് കൊടുക്കുക, പിനും ക്യൂവിനും കൊടുക്കുക. ദ സെയിം ടൈം ആ ലോസ് വിമാർ സെറ്റ് ആക്കുമല്ലേ, ആറിൻ്റെ ലോസ് വിമാർ ടേക്ക് ഓവർ ചെയ്യുമല്ലേ. അപ്പോൾ ആറിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് പി ടേക്ക് ഓവർ ചെയ്ത് ക്യൂ ടേക്ക് ഓവർ ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഇടുന്നെങ്കിൽ ഇടാം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടുന്നെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ആറിൻ്റെ കുളത്തിൽ ഇപ്പോൾ ഒറ്റയടിക്ക് 21,060 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആയി. ഓക്കെ, ഇനി എന്തെങ്കിലും ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ലോസ് ടേക്ക് ഓവർ ചെയ്തു, ലയബിലിറ്റി പേ ഓഫ് എല്ലാം കഴിഞ്ഞു, ഇനി ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യാം. ഓക്കെ, എന്നാൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർ ക്യാഷ് കൊണ്ടുവരേണ്ടി വരും. നോക്കൂ, പിൻ്റെ ക്രെഡിറ്റ് സൈഡ് തന്നെ എപ്പോഴും കൂടുതൽ, പിക്ക് ഇപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അന്നേരം എന്ത് ചെയ്യും? പിക്ക് എന്ത് ചെയ്യാം? ആ എക്സസ് എമൗണ്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ പിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് കുറച്ചപ്പോൾ എനിക്ക് 2,00,000 എത്ര കിട്ടി? 2,03,364 രൂപ കിട്ടി. അതുപോലെ തന്നെ ക്യൂവിൻ്റെയും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യൂവിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ക്യൂവിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറച്ചപ്പം 1,35,576 റുപ്പീസ് കിട്ടി. അപ്പോൾ അത് വിഡ്രോ ചെയ്യാം. എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റി സെറ്റിൽ ചെയ്ത ശേഷം ഇഫ് എനി ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യും? എക്സസ് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറച്ചപ്പോൾ എനിക്ക് പിക്ക് 2,03,364 രൂപയും ക്യൂവിന് 1,35,576 രൂപയും കിട്ടി. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് അവന്മാർക്ക് വിഡ്രോ ചെയ്തുകൂടെ? ക്യാഷ് കൊടുക്കണ്ടേ അവന്മാർ? എക്സസ് ക്യാഷ് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ ക്യാഷ് കൊടുക്കണ്ടേ? ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് പോകത്തില്ലേ? അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് പീസ് ക്യാപിറ്റൽ ക്യൂസ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. ദ സെയിം ടൈം ആറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആയി. എസിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ? എസിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അവൻ ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ?
ഡെബിറ്റ് ബാലൻസ് ആണ്, എസിന് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ഇങ്ങോട്ട് കൊണ്ട് ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ചപ്പോൾ എനിക്കൊരു 6000 രൂപ കിട്ടി. ആ 6000 രൂപ എമൗണ്ട് ക്യാഷ് ആയിട്ട് ആര് കൊണ്ടുവരണം? എസ് കൊണ്ടുവരണം. എസ് കൊണ്ടുവരണ്ടേ? ഓക്കെ, ഇവിടെ എസ് ആണ് കേട്ടോ, എസ് ക്യാപിറ്റൽ. എസ് കൊണ്ടുവരേണ്ടി വരും. ആ എമൗണ്ട് എസ് ക്യാപിറ്റൽ കൊണ്ടുവരും. ഓക്കെ അല്ലേ? എസ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പം ക്യാഷ് കൂടും, ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ടാലി ആവും നോക്കുക, ക്യാഷ് ടാലി ആവും. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നുകൂടി പറയാം. ഗാർനേഴ്സ് മൊറർ റൂളിനകത്ത് നമ്മളെല്ലാം സംഭവം ചെയ്തു. ഓക്കെ, സാധാ ഡിസൊല്യൂഷൻ ചെയ്ത അതുപോലെ തന്നെ എവിടെ മാറ്റം വരും എന്ന് വെച്ചാൽ റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ആ ലോസ് എമൗണ്ട് ക്യാഷായി കൊണ്ടുവരണം. അപ്പോൾ ക്യാപിറ്റൽ കൂടും, ക്യാഷും കൂടും. എന്നിട്ട് ആരാണ് ഇൻസോൾവൻ്റ് ആയത് അവൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അവനുണ്ടാക്കിയ ലോസ് കിട്ടും. ആ ലോസ് എമൗണ്ട് ആര് ടേക്ക് ഓവർ ചെയ്യണം? സോൾവെൻറ്റ് പാർട്ട്നേഴ്സ്. ഏത് ബാലൻസ് ഉള്ളവർ? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർ. അവരുടെ റേഷ്യോ, ക്യാപിറ്റൽ റേഷ്യോ എടുക്കാൻ നേരത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, റിസർവ് എടുക്കുക. ഓക്കെ ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഫിക്സഡ് ആണെങ്കിൽ ക്യാപിറ്റൽ മാത്രം എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ആ ലോസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, മറ്റൊരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ടും ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. എന്നിട്ട് ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് നിൽക്കുകയാണെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഈ 6000 രൂപ ക്യാഷ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഗാർനർ വേഴ്സസ് മൊറർ റൂളിനകത്ത് വരുന്നത്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾക്കൊരു സെയിം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സെയിം ഒരു ക്വസ്റ്റ്യൻ, ഇത്ര ടഫ് പോലും നിങ്ങൾക്ക് അതിലില്ല. ഇതാ കണ്ടോ, നമ്മുടെ പ്രീവിയസ് ഇയർ ജൂൺ 23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, പ്രീവിയസ് ഇയർ ജൂൺ 23 ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതിനകത്ത് എന്ത് ഷോ നെസറി അക്കൗണ്ട്സ്, നെസറി അക്കൗണ്ട്സിനേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് പറഞ്ഞിട്ടില്ല, ഏതൊക്കെ അക്കൗണ്ട് അറിയാമല്ല. ആൻഡ് എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? ഗാർനർ വേഴ്സസ് മൊറർ റൂൾ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഈ റൂളിനകത്ത് ചെയ്യണം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസൊല്യൂഷൻ വെച്ച് എന്താ പറഞ്ഞു? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ക്ലോസ് ഡൗൺ ചെയ്യാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? കയ്യിരുന്ന അസറ്റ് എല്ലാം വിറ്റ് കാശാക്കും. എന്നിട്ട് ആ കാശ് എടുത്ത് ലയബിലിറ്റി പേ ചെയ്യും. ആദ്യം ഏത് ലയബിലിറ്റി പേ ചെയ്യും? എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യും. പിന്നെ ഇൻറ്റേർണൽ ലയബിലിറ്റി പേ ചെയ്യും. ഇൻറ്റേർണൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിന് ലോണൊക്കെ പേ ചെയ്യും. ഇതല്ലേ പറഞ്ഞത്? ഓക്കെ, ഈ പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം നമ്മൾ 31 മാർച്ച് ഫേം അടച്ച് പൂട്ടുകയാണ്. അന്ന് തന്നെ അസറ്റ് വിറ്റ് കാശാക്കൂല അല്ലേ? 31 മാർച്ച് കഴിഞ്ഞൊരു, അപ്പോൾ 31 മാർച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അസറ്റ് വിറ്റ് കാശാക്കുന്നത് ഏപ്രിൽ 15-നായിരിക്കും. ആ കാശ് കിട്ടുന്നു, എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യുന്നു. അടുത്തത് മെയ് 1 ആയിരിക്കും. കാശ് കിട്ടുന്നു, ലയബിലിറ്റി പേ ചെയ്യുന്നു. ചിലപ്പോൾ ഇൻറ്റേർണൽ ലയബിലിറ്റി പേ ചെയ്യും. എന്നിട്ട് എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യുന്നു, ഇൻറ്റേർണൽ ലയബിലിറ്റി പേ, അങ്ങനെ ഒരു പൈസ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി പേ ചെയ്യും. ഈ ലയബിലിറ്റി പേ ചെയ്ത ശേഷം എക്സ്റ്റേണലും ഇൻറ്റേർണൽ ലയബിലിറ്റിയും പേ ചെയ്തതിന് ശേഷം ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണ്ടേ? ആദ്യം ആരുടെ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യും എന്നൊരു ചോദ്യം വരും. ആദ്യം ശ്രദ്ധിക്കുക, അസറ്റ് വിറ്റ് കാശ് കിട്ടുന്നു, ആ കാശ് എടുത്ത് ലയബിലിറ്റി പേ ചെയ്യുന്നു. ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യും, 2 ഇൻറ്റേർണൽ ലയബിലിറ്റി പേ ചെയ്യും. പിന്നീട് ഈ ക്യാപിറ്റൽ വിറ്റ് കാശ് കിട്ടും തോറും ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ക്യാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് പേ ചെയ്യാൻ നേരത്ത് ആദ്യം ആരുടെ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യണം എന്ന് ഡൗട്ട് വരും. അന്നേരമാണ് ഈ റൂൾ പറയണത്, ഒന്നെങ്കിൽ മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുക. ഓക്കെ അല്ലേ? പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എക്സാമിന് ചോദിക്കാം. ഏതിൽ ഒരു മെത്തേഡായിരിക്കും ചോദിക്കുന്നത്. 2 മെത്തേഡ് ഭയങ്കര സിമ്പിളാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ് ഉടനെ വിൽക്കത്തില്ല. ഓക്കെ അല്ലേ? വിൽക്കുന്നതനുസരിച്ച് കാശ് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നതനുസരിച്ച് ലയബിലിറ്റി പേ ചെയ്യുന്നു. ലയബിലിറ്റി എക്സ്റ്റേണലും ഇൻറ്റേർണലും പേ ചെയ്ത ശേഷം ആരുടെ ക്യാപിറ്റൽ ആദ്യം ക്ലോസ് ചെയ്ത് ചോദ്യം വരുമ്പം ഈ മെത്തേഡ് വരും. ഈ മെത്തേഡ് വരുമ്പോൾ ഏത് മെത്തേഡാണ് വരുന്നത് ആ രീതി ചെയ്ത് കൊടുക്കണം. 2ൽ 2 ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? 2ൽ 2 അക്കൗണ്ട് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ സെയിം, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. നമുക്ക് 2 മെത്തേഡും ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 2 മെത്തേഡും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. അമർ അക്ബർ ആൻ്റണി പാർട്ണർഷിപ്പ് ഉണ്ട്. അവരുടെ
31 മാർച്ചിൽ അവരുടെ ഫേം ഡിസോൾവ് ആവുകയാണ്. അന്നത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അവരുടെ റേഷ്യോ 5:3:2 ആണ് അവരുടെ റേഷ്യോ. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അമറിൻ്റെ ലോണുണ്ട്. അമറിൻ്റെ ലോൺ പറയുമ്പോൾ ഇൻറ്റേർണൽ ലൈബിലിറ്റിയാണ്. 3 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അസറ്റും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് 31 മാർച്ച് നമ്മൾ ഡിസൊല്യൂഷൻ ആയാലും എന്ത് സംഭവിച്ചു? 15th ഏപ്രിലാണ് എനിക്കൊരു 60,000 രൂപ കിട്ടിയത്. അസറ്റൊക്കെ വിറ്റപ്പോൾ എനിക്ക് 60,000 രൂപ കിട്ടി. 15th ഏപ്രിലാണ് 60,000 രൂപ കിട്ടി. എന്നിട്ട് പിന്നെ കിട്ടിയ മെയ് 1 കിട്ടി. എനിക്ക് മെയ് 1 ഒരു 1,46,000 കിട്ടി. പിന്നെ കിട്ടിയ മെയ് 31 കുറച്ച് എമൗണ്ട് കിട്ടി. അത്ര 94,000 കിട്ടി. ഓക്കെ, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് അണ്ടർ മാക്സിമം ലോസ് മെത്തേഡ്. അപ്പോൾ മാക്സിമം ലോസ് മെത്തേഡിലാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ലോസ് മെത്തേഡ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ ആണോ? നോക്കൂ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് അണ്ടർ മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ്. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് അണ്ടർ മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ്. ഓക്കെ അല്ലേ? നമുക്കിത് എങ്ങനെ ഇത് വരയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ട്, അമറിൻ്റെ ലോൺ കൊടുക്കാനുണ്ട്, ഒമാറുടെ 3 പേരുടെയും ക്യാപിറ്റൽ കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, അമർ ലോണ്, അമർസ് ക്യാപിറ്റൽ, അക്ബറിൻ്റെ ക്യാപിറ്റൽ, ആൻഡ്രിയുടെ ക്യാപിറ്റൽ, ഇത്രയും കൊടുക്കാനില്ലേ? ഇത്രയും എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പം ബാലൻസ് ഡ്യൂ, ഫസ്റ്റ് ബാലൻസ് ഡ്യൂ ഞാൻ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സിന് ഒരു 80,000 രൂപ കൊടുക്കാനുണ്ട്, അമറിന് ഒരു 20,000 രൂപ കൊടുക്കാനുണ്ട്, അമറിൻ്റെ ക്യാപിറ്റൽ 1 lakh കൊടുക്കാനുണ്ട്, അക്ബറിൻ്റെ ക്യാപിറ്റൽ 30,000 കൊടുക്കാനുണ്ട്, ആൻഡ്രിയുടെ ക്യാപിറ്റൽ 90,000 കൊടുക്കാനുണ്ട്. എടാ, ഞാൻ മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനത് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രോബ്ലത്തിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഡ്യൂ, ബാലൻസ് ഡ്യൂ അല്ലെങ്കിൽ എമൗണ്ട് ഡ്യൂ, കൊടുക്കാനുള്ള എമൗണ്ട്. ഇനി ഫസ്റ്റ് റിയലൈസേഷൻ, എനിക്ക് 15 ഏപ്രിൽ ഒരു 60,000 രൂപ പൈസ കിട്ടിയില്ലേ? 60,000 രൂപ എമൗണ്ട് കിട്ടിയില്ലേ? കിട്ടിയ എമൗണ്ട് ഫസ്റ്റ് എനിക്ക് കിട്ടി 60,000 രൂപ കിട്ടിയത്. അപ്പം ഫസ്റ്റ് റിയലൈസേഷന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് എന്തെങ്കിലും എഴുതാം. 60,000 രൂപ കിട്ടി, പൈസ കിട്ടി. ആ കിട്ടിയ എമൗണ്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്യും. എക്സ്റ്റേണൽ ലയബിലിറ്റി പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്രെഡിറ്റേഴ്സിന് 80,000 രൂപ കൊടുക്കാനില്ലേ? ആ 80,000-ത്തിനകത്ത് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ എമൗണ്ട് 60,000 രൂപ. ആ 60,000 രൂപ ഞാൻ ഫുള്ള് കൊടുത്തു, ക്രെഡിറ്ററിന് ഫുള്ള് കൊടുത്തു. അപ്പോൾ ഇനി ബാലൻസ് എത്ര ഉണ്ട്? ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള ബാലൻസ് 20,000 ബാലൻസ് ഇല്ലേ? ബാക്കിയുള്ള 6 ബാലൻസ് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അടുത്ത ഇനി ബാലൻസ് ഡ്യൂ എന്ന് എഴുതുക. 80-ൽ നിന്ന് ഞാൻ 60 ഫുള്ള് കൊടുത്തു. അപ്പോൾ ഈ ബാക്കി 20 കൊടുക്കാനുണ്ട്. ഈ അമറിൻ്റെ ലോണൊന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല, അതെല്ലാം താഴോട്ട് ഇറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് റിയലൈസേഷൻ. എനിക്ക് സെക്കൻഡ് മെയ്യിൽ ഒരു 1,46,000 കിട്ടിയില്ലേ? 1,46,000 കിട്ടി. ഓക്കെ അല്ലേ? നോക്കിക്കോ. എടാ, ബാലൻസ് ഡ്യൂ മനസ്സിലായല്ലോ. അത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്നോ സെക്കൻഡ് റിയലൈസേഷൻ എന്നോ എന്തുമല്ലേ എഴുതാം. എനിക്ക് 1,46,000 കിട്ടി. ഞാൻ ആദ്യം ആർക്ക് പേ ചെയ്യണം? ക്രെഡിറ്റേഴ്സിന് 80 കൊടുക്കാനുണ്ടായിരുന്നു, ഞാൻ 60 കൊടുത്ത്, ഇനി 20 കൊടുക്കാനില്ലേ? അപ്പോൾ ഈ 1,46,000-ൽ നിന്ന് ഒരു 20 എടുത്ത് ആർക്ക് കൊടുത്ത്? ക്രെഡിറ്ററിന് കൊടുത്ത്. അപ്പോൾ 1,46,000-ൽ നിന്ന് 20 പോയി, ബാക്കി ബാലൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിനി ആർക്ക് കൊടുക്കണം? ഇൻറ്റേർണൽ ലയബിലിറ്റി ആയ അമറിന് പേ ചെയ്യണ്ടേ? അമറിന് കൊടുക്കണ്ടേ? കൊടുക്കാൻ ബാലൻസ് ഉണ്ടല്ലോ. 1,46,000-ൽ നിന്ന് 20,000 പോയാൽ 1,26,000 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 20 എടുത്ത് ആർക്ക് കൊടുക്കാം? അമറിനെ ലോൺ സെറ്റിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ എക്സ്റ്റേണൽ ലയബിലിറ്റിയും സെറ്റിൽഡായി, ഇൻറ്റേർണൽ ലയബിലിറ്റി സെറ്റിലായി. നമ്മുടെ പറടാം 80,000-ൽ നിന്ന് ഫസ്റ്റ് എനിക്ക് 60 കിട്ടി, 60 പേ ചെയ്ത് ബാക്കി 20 കൊടുക്കാനുണ്ട്. ആർക്ക്? ക്രെഡിറ്റേഴ്സിന്. പിന്നെ ഇപ്പം എനിക്ക് 1,46,000 കിട്ടി, 1,46,000 കിട്ടി. അതിൽ നിന്ന് എൻ്റെ എക്സ്റ്റേണൽ ലയബിലിറ്റി 20 പേ ചെയ്തു, ഇൻറ്റേർണൽ ലയബിലിറ്റി 20 പേ ചെയ്തു. അപ്പോൾ അത് 2 സെറ്റിലായി. കണ്ടോ? അത് 2 സെറ്റിലായി. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് എനിക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം സെറ്റിൽ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ ക്യാഷ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എൻ്റെ ക്യാഷ് എത്രയാണ്? എനിക്ക് 1,46,000 കിട്ടിയില്ലായിരുന്നോ? ഞാൻ ഒരു 20,000 പേ ചെയ്ത്, ഒരു 20,000 പേ ചെയ്ത്, ടോട്ടൽ 40,000 പേ ചെയ്തില്ലേ? അപ്പോൾ 1,46,000-ൽ നിന്ന് 40,000 പോയാൽ എൻ്റെ ബാലൻസ് ക്യാഷ് അവൈലബിൾ എത്ര കാണും?
1,06,000 റുപ്പീസ് ക്യാഷ് കാണൂലേ? 1,06,000 റുപ്പീസ് ക്യാഷ് ഉണ്ട്. ഇവിടെ ചോദ്യം, ഇപ്പം എൻ്റെ കയ്യിൽ 1,06,000 രൂപ ക്യാഷ് ഉണ്ട്. എൻ്റെ എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ചെയ്തു, ഇൻറ്റേർണൽ ലയബിലിറ്റി പേ ചെയ്തു. ഇനി അവരുടെ ക്യാപിറ്റലാണ് പേ ചെയ്യേണ്ടത്. ഈ 1,06,000 റുപ്പീസ് ഞാൻ ആദ്യം ആർക്ക് പേ ചെയ്യണം? എത്ര രൂപ പേ ചെയ്യണം എന്ന് ചോദ്യം വരും. ഈ 1,06,000 റുപ്പീസ് കയ്യിൽ ക്യാഷ് ഉണ്ട്. ഇനി ഞാൻ അവരുടെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്താൽ മതി. ആദ്യം അമറിന് കൊടുക്കുമോ, അക്ബറിന് കൊടുക്കുമോ, ആൻ്റണിക്ക് കൊടുക്കുമോ, ആർക്ക് കൊടുക്കും? ചോദ്യം വരും. ഓക്കെ അല്ലേ? അവിടാണ് മെത്തേഡ് മാറുന്നത്. മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് ആണെങ്കിൽ വേറൊരു രീതിയിലും, ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് വേറൊരു രീതിയിലും ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ലോസ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ ഇപ്പോൾ 1,06,000 രൂപ കയ്യിലുണ്ട്. ഇത് ആദ്യം ആർക്ക് കൊടുക്കുന്നതാണ് ചോദ്യം. എനിക്കറിയില്ല ആർക്ക് കൊടുക്കുമെന്ന്. നോക്കാം. മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡിൽ പറയാം, ടോട്ടൽ എമൗണ്ട് ഡ്യൂ മൈനസ് ക്യാഷ് അവൈലബിൾ. ഒന്ന് മനസ്സിലായല്ലോ? ആദ്യം ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കൊടുക്കാനുള്ള എമൗണ്ട് 1,00,000 പ്ലസ് 30,000 പ്ലസ് 90,000. ടോട്ടൽ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാ? ടോട്ടൽ എമൗണ്ട് ഡ്യൂ 2,20,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. 2,20,000 റുപ്പീസ് ഞാൻ കൊടുക്കാനുണ്ട്. ഓക്കെ. ക്യാഷ് അവൈലബിൾ നമുക്കറിയാം 1,06,000 റുപ്പീസ് ക്യാഷ് ഉണ്ട്. ഞാൻ 2,20,000 കൊടുക്കാനുണ്ട്, പക്ഷേ എൻ്റെ 1,06,000 ക്യാഷ് ഉള്ളൂ. അപ്പോൾ എത്ര ലോസ് വരും? 1,14,000 ലോസ് വരും. 1,40,000 റുപ്പീസ് ലോസ് വരും. ഈ ലോസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതാണ് മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡിൽ പറയണത്. ഓക്കെ അല്ലേ? ഒരു ലോജിക്ക് ഇല്ലാത്ത രീതി പൊക്കോണ്ടിരിക്കുക, മനസ്സിലായി? പക്ഷെ നമുക്ക് മനസ്സിലാവും. മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് എത്തിയ സമയത്ത് എൻ്റെ 1,06,000 റുപ്പീസ് കയ്യിലുണ്ട്. ഇത് ആദ്യം ആർക്ക് കൊടുക്കണം എനിക്കറിയില്ല. അപ്പോൾ അന്നേരം എന്തോ പറഞ്ഞേ? ടോട്ടൽ എമൗണ്ട് ഡ്യൂ. എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്? 2,20,000 കൊടുക്കാനുണ്ട്. അതിൽ എത്ര ക്യാഷ് കയ്യിലുണ്ട്? 1,06,000 ക്യാഷ് കയ്യിലുണ്ട്. അപ്പോൾ എത്ര ലോസ് വന്ന്? 1,40,000 ലോസ് വന്ന്. ആ ലോസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? പാർട്ട്നേഴ്സിന് ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ടു പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. കണ്ടോ? മാക്സിമം പോസിബിൾ ലോസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഞാൻ ലെസ് ആ 1,40,000 റുപ്പീസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഏത് റേഷ്യോയിൽ? 5:3:2 എന്ന റേഷ്യോയിൽ ഈ 1,14,000 റുപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അന്നേരം 57,000, 34,200, 22,800 കിട്ടും. ഇത്ര മനസ്സിലാവുണ്ടോ? ആ ലോസ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈ എമൗണ്ട് ഇത് കുറയ്ക്കുക. 1,00,000 നിന്ന് 57 കുറയ്ക്കുക, 43,000 കിട്ടും. 30,000 നിന്ന് 34,200 കുറയ്ക്കുക. 34,200 കുറയ്ക്കുമ്പോൾ -4,200 കിട്ടും. -4,200 കിട്ടും. പിന്നെ ഈ 90,000 നിന്ന് എത്ര കുറയ്ക്കുക? 22,800 കുറയ്ക്കുമ്പോൾ 67,200 കിട്ടും. ഓക്കെ അല്ലേ? കുറച്ചപ്പോൾ കിട്ടി. ഇങ്ങനെ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓക്കെ അല്ലടാ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ലെസ് ചെയ്തപ്പം വീണ്ടും അതിലൊരാൾക്ക് നെഗറ്റീവായി. ആർക്കാ നെഗറ്റീവായി? അക്ബറിന് നെഗറ്റീവായി. അക്ബറിന് നെഗറ്റീവാന്ന് പറയുമ്പോൾ അക്ബറിന് ലോസ്. ഈ ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യണം? ഇവന്മാർ രണ്ടുപേരും ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. ഈ ലോസ് ഇവന്മാർ രണ്ടുപേരും ടേക്ക് ഓവർ ചെയ്യേണ്ടി. എടാ ഒന്നുകൂടി പറയാം. നമുക്ക് എമൗണ്ട് ഡ്യൂവിൽ നിന്ന് ക്യാഷ് അവൈലബിൾ കുറച്ചു, അപ്പോൾ ഒരു ലോസ് കിട്ടി. എമൗണ്ട് ഡ്യൂ കൊടുക്കാനുള്ള എമൗണ്ട്, കയ്യിലുള്ള എമൗണ്ട്, അപ്പോൾ ബാക്കി വരുന്ന ലോസ്. ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ നിന്ന് കൊടുക്കാനുള്ള എമൗണ്ട് ഇത് കുറച്ച്, ടോട്ടൽ എമൗണ്ട് ഇത് കുറച്ചപ്പം ഒരുത്തിന് നെഗറ്റീവ് വന്നു. അവരുടെ ക്യാപിറ്റലിൽ കുറച്ചപ്പോൾ ഒരുത്തിന് നെഗറ്റീവ് വന്നു. അങ്ങനെ നെഗറ്റീവ് വരുവാണെങ്കിൽ ആ ലോസ് ബാക്കിയുള്ളവർ ടേക്ക് ഓവർ ചെയ്യും. ഏത് റേഷ്യോ? ക്യാപിറ്റൽ റേഷ്യോയിൽ. ഏത് റേഷ്യോയിലാണ്? ഈ ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യും? ക്യാപിറ്റൽ റേഷ്യോയിൽ അമർ ടേക്ക് ഓവർ ചെയ്യും. എത്രയാടാ ക്യാപിറ്റൽ? പിന്നെ എത്രയാ? അമറിൻ്റെ ക്യാപിറ്റൽ 1,00,000 അല്ലേ? അമറിൻ്റെ ക്യാപിറ്റൽ 1,00,000 ആണ്. ആൻറ്റിയുടെ ക്യാപിറ്റൽ 90,000 ആണ്. ദെയർഫോർ 4 പൂജ്യം കളയാൻ പറ്റൂ. 4 പൂജ്യം കളഞ്ഞപ്പോൾ 10:9 എന്ന റേഷ്യോയിൽ ആ 4,200 ലോസ് ഇവന്മാർ ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ.
കണ്ടോ, ലോസ് ഓഫ് അക്ബറിൻ്റെ ലോസ് ടേക്കൺ ഓവർ ബൈ അമർ ആൻഡ് ആൻ്റണി ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ ഏത് റേഷ്യോയിൽ 10:9 എന്ന റേഷ്യോ ടേക്ക് ഓവർ. ഏത് ലോസ്? ഈ 4200 എന്ന ലോസ്. എങ്ങനെയാണ് അപ്പം 4200 ഇൻറ്റു 10/90, 4200 ഇൻറ്റു 9/90. ഓക്കെ അല്ലേ? ആ ലോസ് ടേക്ക് ഓവർ ചെയ്യുമ്പം ഇവൻ 2211 അക്ബർ ടേക്ക് ഓവർ ചെയ്യണം. ആൻ്റണി 1989 രൂപ ഇവൻ ടേക്ക് ഓവർ ചെയ്യണം. ഓക്കെ അല്ലേ? എന്നിട്ട് കുറയ്ക്കുക. ഈ 43,000 നിന്ന് ഇത് കുറയ്ക്കുമ്പം 40,789 പിന്നീട് ഈ 67,700 നിന്ന് ഇവൻ ടേക്ക് ഓവർ ചെയ്ത ലോസ് കുറയ്ക്കുമ്പം 65,211 കിട്ടും. ഓക്കെ അല്ലേ? ഈ കിട്ടിയ എമൗണ്ടിനെ എന്ത് വിളിക്കും? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എമൗണ്ട് കൂട്ടി നോക്കിയേ, ഈ രണ്ട് എമൗണ്ട് ആഡ് ചെയ്ത് നോക്കിയേ. ഈ 40,789 65,211 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,06,000 റുപ്പീസ് കിട്ടും ഇല്ലേ? 1,06,000 റുപ്പീസ് എന്ന് വെച്ചാൽ എന്ത് വരുന്നത്? ആ 1,06,000 റുപ്പീസ് എന്നത് നമ്മുടെ കയ്യിരുന്ന ക്യാഷ് അല്ലേ? നമ്മുടെ കയ്യിരുന്ന ക്യാഷ് 1,06,000 റുപ്പീസ് കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നല്ലോ. ആ ക്യാഷ് ആർക്ക് കൊടുക്കണം എന്ന് അറിയാതെ കൺഫ്യൂസ് ആയിട്ടിരുന്നപ്പോൾ അല്ലേ ഈ റൂൾ വന്നത്, ഈ മെത്തേഡ് വന്നത്. ആ 1,06,000 റുപ്പീസ് 50-50 കൊടുക്കണോ, അതോ ഇവന് ഇത്ര ഒന്നും നമുക്കറിയില്ല. ആ 1,06,000 റുപ്പീസ് ഷെയർ ആയിട്ടുണ്ട്. ആർക്കൊക്കെ? അക്ബറിനും ആൻ്റണിക്കും കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ വെച്ച്? ഇവന് 40,789 ഇവന് 65,211 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത് ഇവന്മാർക്ക് രണ്ടു പൈസ കൊടുത്തില്ലേ? അപ്പോൾ ക്യാഷ് പെയ്ഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്ന 1,06,000 റുപ്പീസ് ഫസ്റ്റ് പേ ആർക്കായിരുന്നു? അക്ബറിനും ആൻ്റണിക്കും. എങ്ങനെ? 40,789 രൂപയും മറ്റവന് 65,211 രൂപയും. അപ്പോൾ അത് നമ്മൾ എന്ത് വിളിക്കും? ക്യാഷ് പെയ്ഡ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ ഇവന് കൊടുക്കാനുള്ള എമൗണ്ട് 1 lakh അല്ലായിരുന്നു, 1 lakh റുപ്പീസ് കൊടുക്കാനുണ്ട്. അക്ബറിന് 1 lakh കൊടുക്കണം. ആ 1 lakhനകത്ത് ഞാൻ 40,789 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 59,211 ബാക്കി കൊടുക്കാനുള്ള. ഇനി അടുത്ത ഇവന് അക്ബറിന് ഒരു എമൗണ്ട് പോലും ഞാൻ കൊടുത്തില്ലല്ലോ. അക്ബറിന് ഒരു എമൗണ്ട്, അപ്പോൾ അക്ബറിൻ്റെ എമൗണ്ട് 30 തന്നെ. ഇവന് 90,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ എത്ര ഇപ്പോൾ പേ ചെയ്ത് എത്രയിടാം? ഇപ്പം ഞാൻ 65,211 രൂപ പേ ചെയ്തില്ലേ? അപ്പം ഇനി ബാക്കി എത്ര കൊടുക്കുന്നുണ്ട്? 24,789 രൂപ കൊടുക്കാനുണ്ട്. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അത് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ ബാലൻസ് ഡ്യൂ. ഇനി ഞാൻ ഇത്രയും കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? കിട്ടിയ എമൗണ്ടിൽ നിന്ന് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മനസ്സിലായല്ലോ. ബാലൻസ് ഡ്യൂ 59,211 കൊടുക്കാനുണ്ട്. ഇനി വീണ്ടും എന്ത്? 31 മെയ്യിൽ ഒരു 94,000 രൂപ കിട്ടിയില്ലേ? നമുക്ക് ഒരു 94,000 രൂപ കിട്ടി. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? സിമ്പിളാണ്. ഇപ്പം നോക്കിക്കോ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ 31 മെയ്യിൽ 94,000 രൂപ ഞാൻ പേ ചെയ്യണം. എൻ്റെ കയ്യിലുണ്ട് 94,000 രൂപ കയ്യിലുണ്ട്. ഈ എമൗണ്ട് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ആദ്യം ആർക്ക് കൊടുക്കും? ഡൗട്ട് വന്നു. ആദ്യം ഞാൻ ആർക്ക് കൊടുക്കും? ഓക്കെ, ഞാൻ കൊടുക്കാനുള്ള എമൗണ്ട് ബാലൻസ് ഡ്യൂ ഒന്നുമില്ല. 59,211 കൊടുക്കണം, ഒരു 30,000 കൊടുക്കണം, 24,789 കൊടുക്കണം. ടോട്ടൽ എത്ര രൂപ കൊടുക്കണം? ടോട്ടൽ 1,14,000 റുപ്പീസ് കൊടുക്കാനുണ്ട് എമൗണ്ട് ഡ്യൂ. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് അവൈലബിൾ എത്രയാണ്? 94,000 ഉള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ കേൾക്കടാ. 31 മാർച്ചിൽ 94,000 കയ്യിലുണ്ട്. ആ കയ്യിലുള്ള എമൗണ്ടിനകത്ത് ഞാൻ കൊടുക്കാനുള്ള എമൗണ്ട് 1,14,000 എമൗണ്ട് ഡ്യൂ. പക്ഷെ അവൈലബിൾ ക്യാഷ് 94,000. അപ്പോൾ എത്ര ലോസ് വരും? ഒരു 20,000 റുപ്പീസ് ലോസ് വന്നില്ലേ? ഈ ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ആർക്ക്? പാർട്ട്നേഴ്സിന് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഈ 20,000 റുപ്പീസ് ലോസ് ആണ് നമ്മൾ തൊട്ടുമ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ്. ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 എന്ന റേഷ്യോ. ഏത്?
20,000 വീച്ച് കൊടുക്കുന്നു. അപ്പോൾ 10 6,000 4,000 രൂപ കിട്ടുന്നു. ലോസ് വീച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. ഈ 59,211 കുറയ്ക്കുക. അപ്പം 49,211 കിട്ടും. 24,000 കിട്ടും. 20,750 കിട്ടും. ഭാഗ്യം, ആർക്കും നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ആ നെഗറ്റീവ് ലോസ് ആര് ടേക്ക് ഓവർ ചെയ്യുന്നത്? അതർ പാർട്ടീസ് ടേക്ക് ഓവർ ചെയ്യണം. ഏത് റേഷ്യോയിൽ? ക്യാപിറ്റൽ റേഷ്യോ ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ ലോസ് ഇല്ല. അപ്പോൾ ഈ 3 എമൗണ്ട് കൂടി ആഡ് ചെയ്യുമ്പം ഈ 3 എമൗണ്ടിനെ എന്ത് വിളിക്കും? ഈ 3 എമൗണ്ട് ആഡ് ചെയ്തേ 49,211 24,000 20,750 ആഡ് ചെയ്തേ 49,211 24,000 20,789 ചെയ്യുമ്പം 94,000. കണ്ട, ആ കയ്യിൽ കിട്ടിയ 94,000 അക്ബറിന് 49,211 49,211 രൂപ പേ ചെയ്തു. ഇവന് 24,000 രൂപ പേ ചെയ്തു. ഇവന് 20,789 പേ ചെയ്തു. അപ്പോൾ അത് ക്യാഷ് പെയ്ഡ് അല്ലേടാ? ക്യാഷ് പെയ്ഡ്. അപ്പം നോക്കിയോ, അപ്പം നിങ്ങൾക്ക് ഈ 59,211 നിന്ന് ഇവർക്ക് ഇത്രയും രൂപ കൊടുത്തു. ഈ 59,211 നിന്ന് ഞാനിപ്പം ക്യാഷ് പെയ്ഡ് 49,211 നടത്തി. ഇനി ബാക്കി എത്ര കൊടുക്കാനുണ്ട്? ഒരു 10 രൂപ കൊടുക്കാനുണ്ട്. ഇവന് 30,000 കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം അതിൽ ഞാൻ 24 കൊടുത്തു. ഇനി എത്ര കൊടുക്കാനുണ്ട്? ഒരു 6,000 രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? 0 കൂടിപ്പോയി, സോറി. 6,000 രൂപ കൊടുക്കാനുണ്ട്. ഇവന് 24,789 രൂപ കൊടുക്കാനില്ലേ? ഞാനിപ്പം 20,789 പേ ചെയ്ത് ഇനി 4,000 രൂപ കൊടുക്കാനുണ്ട്. ബാലൻസ് ഡ്യൂ ഇത്രയും കൊടുക്കാനുണ്ട്. കൊടുക്കേണ്ട കാശുണ്ടാ? ലാസ്റ്റ് റിയലൈസേഷനാണ് നടന്നേക്കുന്നത് അല്ലേ? ലാസ്റ്റ് റിയലൈസേഷൻ 94,000 അതോടെ കഴിഞ്ഞു. ഇനി കൊടുക്കേണ്ട കാശില്ല. അപ്പോൾ ആ എമൗണ്ട് എന്താണ്? അതെന്തുവാ? ആ ബാലൻസ് ഡ്യൂവിനെ വിളിക്കുന്ന പേരാണ് റിയലൈസേഷൻ ലോസ്. എത്രടാ? ഇനി 10 6 4 കൊടുക്കാനുണ്ട്. 10,000 6,000 4,000 കൊടുക്കാനുണ്ട്. കൊടുക്കേണ്ട കാശില്ല. ആ എമൗണ്ട് വിളിക്കുന്ന പേരാണ് ബാലൻസ് ഡ്യൂ അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ്. ഇനി ആ എമൗണ്ട് ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനി വീണ്ടും ഒരു 30,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്ര കൊടുക്കാം? ഡ്യൂ എത്ര ക്യാഷ് ഉണ്ട്, അപ്പോൾ ബാക്കിയുള്ള ലോസ്, ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കുക. അതായിരിക്കും ക്യാഷ് പെയ്ഡ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? കൊടുക്കാനില്ലെങ്കിൽ അത് റിയലൈസ്ഡ് ലോസ് എന്ന് പറഞ്ഞ് തള്ളുക. ഇതാണ് മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ്. നിങ്ങൾക്ക് ഈ എക്സാമിന് ഒരു മാറ്റവും കാണത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ഇനി ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി വരാൻ പോകുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് എനിക്ക് കിട്ടിയ എമൗണ്ട്, അസറ്റ് വിറ്റപ്പോൾ ഫസ്റ്റ് കിട്ടിയ എമൗണ്ട് ഒരു 10,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. അതിൽ റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 1,000 രൂപ വന്നെങ്കിൽ അപ്പോൾ ബാക്കി 9,000 രൂപയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ റിയലൈസേഷനിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റിനകത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബാലൻസ് ചെയ്ത് ക്യാഷ് ഉണ്ടെങ്കിൽ, ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റിയലൈസേഷൻ 10,000 രൂപ കിട്ടി. ക്യാഷ് ബാലൻസ് എനിക്കൊരു 5,000 രൂപ ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് റിയലൈസേഷനോട് ആഡ് ചെയ്യുക. അപ്പോൾ 15,000 രൂപ ക്യാഷ് ബാലൻസ് വരും. എന്നിട്ട് അത് വീച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെ ഏതിലൊരെണ്ണം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? അന്നേരം എനിക്ക് ഡൗട്ട്, നമ്മൾ മറ്റേ ഡിസൊല്യൂഷനൊക്കെ ചെയ്ത സമയത്ത് ക്യാഷ് അക്കൗണ്ട് ടാലി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മളിത് ശരിയാണ്. ടാലി ആയില്ലെങ്കിൽ എവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻ 10 10,000 6,000 4,000 എന്ന് കിട്ടിയില്ലേ? ഇത് ശരിയാണോ ഇല്ല നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇനി വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരച്ച് നമ്മൾ ചെയ്തത്. അപ്പോൾ ശരിയാണോ ഇല്ലയോ? ഒരു ഡൗട്ടുണ്ട്. നോക്കാം, സിമ്പിളാണ്. ഇപ്പം ഞാൻ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണ്. നോക്കിക്കോണേ, റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോ. ടോട്ടല് എനിക്ക് 2 ലൈബിലിറ്റി ഇല്ലേ? 2 ലൈബിലിറ്റി ഉണ്ട്. അപ്പം ടോട്ടൽ എനിക്ക് 1 lakh ലൈബിലിറ്റി ഉണ്ട്. ടോട്ടൽ എനിക്ക് 1 lakhൻ്റെ ലൈബിലിറ്റി ഉണ്ട്. ലൈബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യാൻ എന്ത് ചെയ്യണം? ലൈബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യാൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കണ്ടോ, ലൈബിലിറ്റി എന്ന് പറഞ്ഞ് 1 lakh ക്രെഡിറ്റ് ചെയ്തു. എനിക്ക് ടോട്ടൽ എത്ര അസറ്റ് ഉണ്ടോ? ടോട്ടൽ എത്ര അസറ്റ് ഉണ്ട്? ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പം 60,000 80,000 60,000 1,20,000. അപ്പോൾ ടോട്ടൽ എടുക്കുക.
ടോട്ടൽ എടുക്കുക. ടോട്ടൽ എനിക്ക് 3,20,000 അസറ്റ് കയ്യിലുണ്ട്. അപ്പോൾ അസറ്റ് ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ ഓരോന്നായിട്ട് എഴുതിയില്ല, ചുമ്മാ അങ്ങ് എഴുതുന്നേ ഉള്ളൂ, ജസ്റ്റ് റഫായിട്ട് എഴുതുന്നേ ഉള്ളൂ. ടോട്ടൽ ലയബിലിറ്റിയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അസറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ശ്രദ്ധിക്കുക, എനിക്ക് അസറ്റ് എല്ലാം കൂടി എത്ര റിയലൈസ് ആയിടാ? അസറ്റ് എല്ലാം കൂടി എത്ര റിയലൈസ് ആയി? 60,000 പ്ലസ് 1,46,000 പ്ലസ് 94,000 ചെയ്യുമ്പോൾ എനിക്ക് 3,00,000 റുപ്പീസ് അസറ്റ് വിറ്റപ്പോൾ കാശ് കിട്ടി. ഓക്കെ അല്ലേ? അന്നേരം നോക്കിയേ, അപ്പം അസറ്റിനകത്ത് എത്ര? എനിക്ക് 3,00,000 റുപ്പീസ് ക്യാഷ് കിട്ടി. 3,00,000 ക്യാഷ് കിട്ടി. അപ്പോൾ ഈ 1,00,000 ലയബിലിറ്റി പേ ചെയ്യണ്ടേ? 1,00,000 ലയബിലിറ്റി എന്തായാലും പേ ചെയ്യണം. 1,00,000 ലയബിലിറ്റി ഞാൻ പേ ചെയ്ത്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കിയേ, ഡെബിറ്റ് സൈഡല്ലേ കൂടുതൽ? 3,20,000 പ്ലസ് 1,00,000 ചെയ്യുമ്പോൾ 4,20,000. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഇവിടെ 3,00,000-ഉം 1,00,000-ഉം 4,00,000. അപ്പോൾ 4,20,000-ൽ നിന്ന് 4,00,000 കുറയ്ക്കുമ്പോൾ 20,000 റുപ്പീസ് ലോസ് വരും. ഈ ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ആർക്ക്? ഈ 20,000 ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോ? 5:3:2 എന്ന റേഷ്യോ വിധിക്കണം. അപ്പോൾ എത്ര കിട്ടും? 10,000, 6,000, 4,000 ലോസ് കിട്ടും. അതിലിവിടെയും കിട്ടിയത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആൻസർ വളരെ ശരിയാണ്. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? മാക്സിമം പോസിബിൾ ലോസ് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പാടുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇടയ്ക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്യാഷോ റിയലൈസേഷൻ എക്സ്പെൻസോ വന്നത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മാക്സിമം പോസിബിൾ ലോസ് സെറ്റ് ആവും. നമുക്കിനി അടുത്ത ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ മെത്തേഡ് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം പോസിബിൾ ലോസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞായിരുന്നു ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഡിഫറൻസ് എമൗണ്ട് ക്യാഷ് പേ ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ആദ്യം ആരുടെ ക്യാപിറ്റൽ പേ ചെയ്യും എന്ന ചോദ്യത്തിനാണ് ഈ മെത്തേഡ് ഓപ്പൺ ആവുന്നത്. അത് മാക്സിമം പോസിബിൾ ലോസ് നമുക്ക് ഓക്കെയാണ്. റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സസ് ക്യാപിറ്റൽ ആരാണോ കൊണ്ടുവന്നത് അയാൾക്ക് ഫസ്റ്റ് കൊടുക്കും. ഓക്കെ അല്ലേ? എക്സസ് ക്യാപിറ്റൽ ആരാണോ കൊണ്ടുവന്നത് അയാൾക്ക് ആദ്യം കൊടുക്കും. ആ എക്സസ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഈ മെത്തേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് അണ്ടർ ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ബാലൻസ് ഡ്യൂ 80,000 ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അമറിന് 20,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. അമറിൻ്റെ ക്യാപിറ്റൽ 1,30,000 സോറി. ഓക്കെ, പിന്നെ 90,000. ഫസ്റ്റ് എനിക്കൊരു 60,000 രൂപ കിട്ടി അല്ലേ? ഫസ്റ്റ് എനിക്ക് അസറ്റ് കിട്ടപ്പം എനിക്ക് 60,000 രൂപ കിട്ടി. ആ കിട്ടിയ എമൗണ്ട് ഫസ്റ്റ് ഞാൻ ആർക്ക് കൊടുക്കണം? എക്സ്റ്റേണൽ ലയബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാം. ഒരു മാറ്റമില്ല, നേരെ ചെയ്തു അതുപോലെ തന്നെ 60,000 രൂപ കൊടുത്തു. ബാലൻസ് ഡ്യൂ 20,000, ബാക്കി ഇത്രയും പേർക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, ബാക്കി ഇത്രയും പേർക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, ശരി. എന്നിട്ട് സെക്കൻഡ് റിയലൈസേഷൻ. ഓക്കെ, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എനിക്ക് 1,46,000 കിട്ടി. ആ കിട്ടിയതിനകത്ത് നിന്ന് എൻ്റെ എക്സ്റ്റേണൽ ലയബിലിറ്റി ആയ 20,000 എനിക്ക് പേ ചെയ്യാം. ഇൻറ്റേണൽ ലയബിലിറ്റി ആയ അമറിന് ലോണും പേ ചെയ്യാം. കാരണം 1,46,000 കയ്യിലുണ്ടല്ലോ. അപ്പം പേ ചെയ്തപ്പം ആ രണ്ട് ലയബിലിറ്റി സെറ്റിലായി. ഇനി ഇവന്മാരുടെ ക്യാപിറ്റൽ മാത്രം സെറ്റിൽ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് 1,46,000 നിന്ന് എത്രയാണ് 40,000 പോയാൽ 1,06,000 റുപ്പീസ് ക്യാഷ് ഉണ്ട്. അത് ആദ്യം ആർക്ക് കൊടുക്കും? ഓക്കെ അല്ലേ? ആദ്യം ആർക്ക് കൊടുക്കും? മാക്സിമം പോസിബിൾ ലോസ് ആയിരുന്നെങ്കിൽ എമൗണ്ട് ഡ്യൂവിൽ നിന്ന് ക്യാഷ് അവൈലബിൾ കുറയ്ക്കും, ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ എക്സസ് ക്യാപിറ്റൽ ആരാണോ കൊണ്ടുവന്ന് അയാൾക്ക് ആദ്യം കൊടുക്കും. ഓക്കെ അല്ലേ? ആ എക്സസ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. നോക്കിക്കോ. ഫസ്റ്റ് ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് ഓക്കെ. അമർ അക്ബർ ആൻ്റണി.
അവരുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,30,000 90,000. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 5:3:2. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ വരും, എങ്ങനെയാണ്? 5:3:2. ഇനി ശ്രദ്ധിക്കണം, ഇനി ഈ രണ്ട് കാര്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിളാണ്. എനിക്ക് അമർ 5 ഷെയർ കിട്ടാനല്ലേ 1,00,000 കൊണ്ടുവന്നത്, എങ്കിൽ ഒരു ഷെയർ കിട്ടാൻ വേണ്ടി എത്ര കൊണ്ടുവരണമായിരുന്നു? എത്രടാ? ഈ 1,00,000 ഡിവൈഡ് ബൈ 5, 20,000. ഓക്കെ അല്ലേ? ഈവൻ 3 ഷെയർ കിട്ടാൻ വേണ്ടിയല്ലേ 30,000 കൊണ്ടുവന്ന്? 3 ഷെയർ കിട്ടാനാണ് 30,000 കൊണ്ട്. എങ്കിൽ ഒരു ഷെയർ കിട്ടാൻ എത്ര കൊണ്ടുവരണമായിരുന്നു? എത്രയാ? 30,000 ഡിവൈഡഡ് ബൈ 3. അതുപോലെ 2 ഷെയർ കിട്ടാൻ വേണ്ടിയാണ് ഇവൻ 90,000 കൊണ്ടുവന്നത്, എങ്കിൽ ഒരു ഷെയർ കിട്ടാൻ എത്ര കൊണ്ടുവരണമായിരുന്നു? 90,000 ഡിവൈഡ് ബൈ 2, 45,000. അപ്പോൾ ഇവിടെ എക്സസ് ക്യാപിറ്റൽ ഒരു ഷെയറിന് വേണ്ടി കൂടുതൽ ക്യാപിറ്റൽ ആരാ കൊണ്ടുവന്നേ? ആൻ്റണി അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആൻ്റണി പറയുക എൻ്റെ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നിങ്ങളെല്ലാം എടുത്താൽ മതിയാണ്. അപ്പോൾ ഈ ആൻ്റണിയുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരും, കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ സിറ്റുവേഷൻ വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സംഭവത്തിൽ ഏറ്റവും ലോവസ്റ്റ് ക്യാപിറ്റലാണ് നോക്കണം. ഇതിൽ ലോവസ്റ്റ് എടുക്കണം. അപ്പം നെഗറ്റീവ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലോവസ്റ്റ് എടുക്കുമ്പോൾ 10,000 റുപ്പീസ് അല്ലേ ലോവസ്റ്റ്? ആരുടെടാ? അക്ബറിൻ്റെ കേസിൽ അതിനകത്ത് ആ ലോവസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് എടുക്കണം. അതായത് ഒരു ഷെയർ കിട്ടാൻ വേണ്ടി 10,000 കൊണ്ടുവന്നു. അപ്പോൾ ഇവനാണെങ്കിൽ 5 ഷെയർ കിട്ടാൻ എത്ര കൊണ്ടുവരണം? ഈ 10,000. അപ്പം നമ്മൾ ശ്രദ്ധിക്കടാ. അപ്പോൾ 4th പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ആരുടെ ബേസിൽ വേണമെങ്കിലും എടുക്കാം, നമുക്ക് 6 ബേസിൽ എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ലോവസ്റ്റ് എടുക്കുകയാണ്. വൈ? നെഗറ്റീവ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ആരുടെ ബേസിലാണ്? അക്ബറിൻ്റെ ക്യാപിറ്റലിൻ്റെ ബേസിൽ എന്ന് പറയുമ്പോൾ ഒരു ഷെയർ കിട്ടാൻ 10,000 കൊണ്ടുവന്നു, എങ്കിൽ 5 ഷെയർ കിട്ടാൻ എത്ര കൊണ്ടുവരണം? 10,000 × 5, 50,000. ഓക്കെ അല്ലേ? ഒരു ഷെയർ കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ അക്ബറിൻ്റെ ആക്കണം. 10,000 ഒരു ഷെയർ കിട്ടാൻ 10,000 കൊണ്ടുവന്നു. 3 ഷെയർ കിട്ടാൻ എത്ര കൊണ്ടുവരണം? 10,000 × 3, 30,000. അതുപോലെ 10,000 × 2, 20,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സസ് ക്യാപിറ്റൽ എത്രടാ? 1,50,000. 1,00,000 നിന്ന് 50,000 കുറയ്ക്കുക, 50,000 കിട്ടും. 30,000. എക്സസ് ക്യാപിറ്റൽ ഒന്നുമില്ല. എത്രടാ? 90,000 നിന്ന് 20 കുറയ്ക്കുക, 70,000 കിട്ടും. അപ്പോൾ ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ എന്ന് 1,20,000 അല്ലേ? ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ 1,20,000. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, എക്സസ് ക്യാപിറ്റൽ 2 പേർക്കില്ലേ? എക്സസ് ക്യാപിറ്റൽ അമറിനും ഉണ്ട്, ആൻ്റണിക്കും ഉണ്ട്. വീണ്ടും ഒരുത്തിന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേ നടത്തായിരുന്നു. ഇവിടെ 2 പേർക്കില്ലേ? അമറിനും ഉണ്ട്, ആൻ്റണിക്കും ഉണ്ട്. അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ BCD സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ 2 പേർ എക്സസ് ക്യാപിറ്റൽ നോക്കാൻ നേരത്ത് 2 പേർക്ക് എക്സസ് ക്യാപിറ്റൽ വരുവാണെങ്കിൽ ആ സ്റ്റെപ്പ് നമ്പർ BCD ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതേ പരിപാടി തന്നെ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ ഇവനില്ലേ? ഓക്കെ, 5ഉം 2ഉം, കാരണം ബാക്കിയുള്ള റേഷ്യോ എടുക്കാവുള്ളൂ. ഇനി 5 ഷെയർ കിട്ടാൻ വേണ്ടി 50,000 രൂപ, എങ്കിൽ ഒരു ഷെയർ കിട്ടാൻ എത്രയായിരിക്കും? 50,000 ഡിവൈഡ് ബൈ 5 എത്ര? 10,000 വരും. അതുപോലെ തന്നെ 2 ഷെയർ കിട്ടാൻ വേണ്ടി 70,000, എങ്കിൽ ഒരു ഷെയറിന് എത്രയായിരിക്കും? 70,000 ഡിവൈഡ് ബൈ 2, 35,000. നമ്മൾ എങ്ങനെ ഇടാം? ഇവിടെ എക്സസ് ക്യാപിറ്റൽ പെർ ഷെയർ അല്ലേ? മറ്റേത് ക്യാപിറ്റൽ പെർ ഷെയർ അല്ലേ? ഇവിടെ എക്സസ് ക്യാപിറ്റൽ പെർ ഷെയർ. ഓക്കെ, അപ്പോൾ 10,000ഉം 35,000ഉം കിട്ടി. ഇവിടെ നമ്മൾ ഏതെടുക്കും? ഇവിടെ വലുതെടുത്ത പണി എടുത്തില്ലേ? നമുക്ക് ലോവസ്റ്റ് എടുക്കാം. ഇവിടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ലോവസ്റ്റ് എടുക്കാം. അപ്പോൾ ലോവസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു ഷെയർ കിട്ടാൻ 10,000, എങ്കിൽ 5 ഷെയർ ഇടത്തിലിടാം. 5 ഷെയർ കിട്ടാൻ 10,000 × 5, 50,000. അപ്പോൾ എങ്ങനെ നമ്മൾ എടുത്തത്? പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ആരുടെ ക്യാപിറ്റലിൻ്റെ ബേസിലാണ്? അമറിൻ്റെ ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. അപ്പം
10,000 ഇൻറ്റു 5 50,000. അതുപോലെ 10,000 ഇൻറ്റു 2 എത്രയാണ് 20,000. അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ ഓൾറെഡി 0 ആയി. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ എത്രയാണ് 50,000. എക്സസ് ക്യാപിറ്റൽ 50,000 റുപ്പീസായി. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ ടോട്ടൽ 1,20,000 ആണ്. അതിൽ കൂടുതൽ എക്സ് ക്യാപിറ്റൽ ആർക്കിടാ ആൻ്റണിയുടെ. അപ്പോൾ ഫസ്റ്റ് പേ ആർക്കാണ് നമ്മുടെ ആ കയ്യിലിരിക്കുന്ന ക്യാഷ് ബാലൻസ് എക്സസ് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആൾക്കേ കൊടുക്കൂ. ആരാ കൊണ്ടുവന്നേ ആൻ്റണിക്ക്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പേ ആർക്കാണ് ആൻ്റണിക്ക് ഫസ്റ്റ് പേ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എക്സസ് ക്യാപിറ്റൽ കൊണ്ടുവന്ന് ആരാ മനസ്സിലായി ആൻ്റണിയാണ്. എത്ര 50,000. അപ്പം ഫസ്റ്റ് പേ ആർക്കായിരിക്കും ആൻ്റണിക്കായിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ കൂടെ എൻ്റെ കയ്യിൽ ഇപ്പം 1,06,000 റുപ്പീസ് ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് കുറച്ച് പോയിന്റ് ശ്രദ്ധിക്കണം. 1,06,000 റുപ്പീസ് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഡൗട്ട് ഇരിക്കുകയാണ് ആദ്യം ആർക്ക് കൊടുക്കണമെന്ന് ഫേം ഡൗട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു എക്സസ് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആരാണ് ആൻ്റണിയാണ്. എത്ര രൂപ 50,000 രൂപ. ഇപ്പോൾ ഈ 1,06,000 റുപ്പീസിൽ നിന്ന് 50,000 രൂപ ഫസ്റ്റ് പേ ആർക്ക് കൊടുക്കും ഞാൻ ഫസ്റ്റ് പേ ആർക്ക് കൊടുക്കും ആൻ്റണിക്ക് കൊടുക്കും. 50,000 രൂപ പേഡ് ടു ആൻ്റണി. ഓക്കെ അല്ലേ. 1,06,000 നിന്ന് ഞാൻ പേ ചെയ്തു. ബാക്കി എൻ്റെ കയ്യിൽ 56,000 രൂപ കയ്യിലില്ലേ 56 കയ്യിലില്ലേ. ഇനി ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ടോട്ടൽ 1,20,000 റുപ്പീസ് എക്സസ് ക്യാപിറ്റൽ എവിടെ നിന്ന് കിട്ടി? ഇതാണ്ട് കിടക്കുന്നു. 50ഉം 70ഉമാണ് എക്സസ് ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ 1,20,000 ആണ് എക്സസ് ക്യാപിറ്റൽ. ഇതിൽ ഫസ്റ്റ് പേ 50,000 രൂപ ആർക്ക് പേ ചെയ്യും ആൻ്റണിക്ക് പേ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ 1,20,000 ആണ് ടോട്ടൽ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഈ എക്സസ് ക്യാപിറ്റൽ പേ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. എക്സസ് ക്യാപിറ്റൽ 1,20,000 സെറ്റിൽ ചെയ്യണം. ഓക്കെ അല്ലേ. എക്സസ് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആരാണ് 50ഉം 70ഉം ആയിട്ട് ആരാ കൊണ്ടുവന്നത് അമറും ആൻ്റണിയുമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേ ആർക്ക് ചെയ്യും ആൻ്റണിക്ക് ചെയ്യും. അത് നമുക്ക് മനസ്സിലായി. എത്ര രൂപ കൊടുക്കും 50,000 കൊടുക്കും. ഈ 1,20,000 50 ആൻ്റണിക്ക് ഞാൻ കൊടുത്ത്. ബാക്കി എത്ര കൊടുക്കാനുണ്ട് 70,000 രൂപ കൊടുക്കാനുണ്ട്. ഓക്കേടാ. ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ 1,20,000 ടോട്ടൽ 2 പേർക്ക് കൂടി ചെയ്ത് 1,20,000. അതിനകത്ത് ഫസ്റ്റ് പേ ആർക്ക് ഫസ്റ്റ് പേ ആൻ്റണിക്ക് കഴിഞ്ഞു. ഇനി ബാലൻസ് എത്രയുണ്ട് 70,000 രൂപ. ആ 70,000 രൂപ ബാലൻസ് പേ അല്ലേ ബാലൻസ് അല്ലേ. അത് കണ്ടോ ബാലൻസ് കൊടുക്കണ്ടേ. ഈ ബാലൻസ് 70,000 റുപ്പീസ് കൊടുക്കണം. ആ ബാലൻസ് എക്സസ് ക്യാപിറ്റൽ ആർക്കൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് പേ നടത്തി കഴിഞ്ഞല്ലോ. ഫസ്റ്റ് പേ നടത്തി കഴിഞ്ഞു. എക്സസ് ആയിട്ടുള്ള ബാക്കിയുള്ള ബാലൻസ് എത്രയാണ് 70,000 റുപ്പീസാണ്. ഇത് അമറിനും ആൻ്റണിക്കും കൊടുക്കണം. ബാക്കിയുള്ള എക്സസ് ക്യാപിറ്റൽ അമറിനും ആൻ്റണിയും കൊടുക്കണം. ഏത് റേഷ്യോയിൽ 5:2 എന്ന റേഷ്യോയിൽ 5:2 എന്ന റേഷ്യോയിൽ. ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1,06,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ 50,000 രൂപ ഞാൻ ഫസ്റ്റ് പേ ആൻ്റണിക്ക് കൊടുത്തു. ബാക്കി 56,000 രൂപയേ ഉള്ളൂ. പക്ഷേ എക്സസ് ക്യാപിറ്റൽ എത്രയുണ്ട് 70,000 രൂപയുണ്ട്. അപ്പോൾ എനിക്ക് ഈ 56,000 സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ 56 സെറ്റിൽ ചെയ്യാൻ പറ്റും. കയ്യിലുള്ള 56,000 രൂപ 5:2 എന്ന റേഷ്യോയിൽ 5:2 എന്ന റേഷ്യോയിൽ ആർക്ക് അമറിനും കൊടുക്കാം ആൻ്റണിക്കും കൊടുക്കാം. ഈ 56 70 കൊടുക്കാനുണ്ടോ 56 ഇപ്പോൾ കൊടുത്തു. ഇനിയിപ്പം 70 നിന്ന് 56 പോയ ബാക്കി എത്രയാണ് ഇനി എക്സസ് ക്യാപിറ്റൽ 14 കൂടെ. ആ 14 സെറ്റിൽ ചെയ്താൽ എല്ലാം ക്ലോസ് ആയി. ഒന്നുകൂടി പറയാം. ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ 1,20,000 ആണ്. അതിൽ ഫസ്റ്റ് പേ ആർക്കാണ് ആൻ്റണിക്കാണ് 50,000. ഇനി ബാലൻസ് എക്സസ് ക്യാപിറ്റൽ എത്രയുണ്ട് 70,000 റുപ്പീസ് ഉണ്ട്. ഇത് ആർക്ക് കൊടുക്കണം 2 പേർക്കും കൊടുക്കണം. അമറിനും കൊടുക്കണം ആൻ്റണിക്കും കൊടുക്കണം. ഏത് റേഷ്യോയിൽ 5:2 എന്ന റേഷ്യോയിൽ. അപ്പോൾ എത്ര ക്യാഷ് കയ്യിലുണ്ട് 56,000 കാരണം 1,06,000 ഉണ്ടായിരുന്നു. 50 പേ ചെയ്ത് ബാക്കി 56 കയ്യിലുണ്ട്. അപ്പോൾ ഇനി എത്ര കൂടി വേണം 14 കൂടി വേണം. അപ്പോൾ ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ സെറ്റിൽഡ് ആവും. ഓക്കെ അല്ലേ. നോക്കാം. ഇനി നോക്കിയോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പേ ഞാൻ 50,000 രൂപ ആർക്ക് കൊടുത്തു ആൻ്റണിക്ക് 50,000 രൂപ കൊടുത്തു. ഇനി ബാക്കി 50,000 കൊടുത്തല്ലേ. ഇപ്പോൾ ഇവിടെ പറയാണ് ക്വസ്റ്റ്യൻ പറയാണ് എന്ത് 1,20,000 ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ. ഫസ്റ്റ് പേ ആൻ്റണി. ബാക്കി 70,000 കൊടുക്കാനുണ്ട്. ആ 70 എങ്ങനെയാണ് കൊടുത്തു തീർക്കുന്നത് ആ 70 എങ്ങനെ കൊടുത്തു തീർക്കുന്നത് അമറിനും കൊടുക്കണം ആൻ്റണിയും കൊടുക്കണം. ഓക്കെ അല്ലേ. ഈ 70 കൊടുക്കേണ്ട കാശ് ഫുൾ ഉണ്ടോ കാശ് എൻ്റെ ആകെ 56,000 ഉള്ളൂ. ആ 56 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആർക്കൊക്കെ അമറിനും കൊടുക്കാം അക്ബറിനും കൊടുക്കാം. എങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ഓക്കെ.
ബാക്കിയുള്ള 56,000 രൂപ പെയ്ഡ് ടു അമർ ആൻഡ് ആൻ്റണി. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 56,000 ഇൻറ്റു 56,000 വീതിക്കുമ്പം എത്ര കിട്ടും? ഇവൻ 40,000 56,000 ഇൻറ്റു 5/7 56,000 ഇൻറ്റു 2/7 40,000 കിട്ടും, 16,000 കിട്ടും. ഓക്കെ അല്ലേ? പേ ചെയ്തില്ലേ? അപ്പം ബാക്കി എത്ര പേ ചെയ്യാനുണ്ട്? ഇനി 1 lakh ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കട, ഇവന് 1 lakh 40,000 പേ ചെയ്ത് ബാക്കി 60,000 കൊടുക്കാനുണ്ട്. ബാലൻസ് 60 കൊടുക്കാനുണ്ട്. ഇവന് 30,000 ഉണ്ടായി, 1 രൂപയും കൊടുത്തില്ല. അപ്പോൾ 30,000 റുപ്പീസും കൊടുക്കാനുണ്ട്. പിന്നെ ഇവന് 90 കൊടുക്കാനുണ്ടായിരുന്നു, അതിൽ 50 കൊടുത്ത് ഇപ്പം എക്സൈസിലുള്ള 16 കൊടുത്ത്, ഇനി 24,000 കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി ചോദ്യം നോക്കിക്കോണേ. 1,20,000 സെറ്റിൽ ചെയ്യണം. എക്സസ് ക്യാപിറ്റൽ ഫസ്റ്റ് സെറ്റിൽ ചെയ്യണം. അതിനകത്ത് 50 കൊടുത്ത് ബാക്കി 70 കൊടുക്കാനുണ്ട്. ഈ 70-നകത്ത് ഇപ്പം 56,000 കൊടുത്ത് ഇനി എത്ര കൂടി എക്സസ് ക്യാപിറ്റൽ ഉണ്ട്? ബാക്കി ഇനി 14,000 കൂടി എക്സസ് ക്യാപിറ്റൽ ഇല്ലേ? ഇനി അടുത്ത റിയലൈസേഷൻ പൈസ കിട്ടുമ്പം ആ എക്സസ് ക്യാപിറ്റലായ 14,000 രൂപ സെറ്റിൽ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത റിയലൈസേഷൻ 94,000 കിട്ടി. 94,000 കിട്ടി. അപ്പം നമുക്കറിയാം ഓൾറെഡി ഒരു 56 കൊടുത്ത് ഇനി ഒരു എക്സസ് ക്യാപിറ്റൽ 14,000 രൂപ കൂടി കൊടുക്കാനുണ്ട്. ഒരു 14,000 കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ 94,000 നിന്നും എക്സസ് ക്യാപിറ്റൽ ആ 14,000 പെയ്ഡ് ടു അമർ ആൻഡ് ആൻ്റണി ടു ദെയർ ബാലൻസ് എക്സസ് ക്യാപിറ്റൽ. ഓക്കെ ഡാ, ഇവിടെ ശ്രദ്ധിക്കടാ. 1,20,000 നിന്ന് ഫസ്റ്റ് ടോട്ടൽ എക്സസ് ക്യാപിറ്റൽ 1,20,000. അതിൽ നിന്ന് ഫസ്റ്റ് പേ എക്സസ് ക്യാപിറ്റൽ 50,000 ടു ആൻ്റണി. ബാക്കി എക്സസ് ക്യാപിറ്റൽ 70,000 രൂപ. ആ 70,000 രൂപ എങ്ങനെ രണ്ടുപേർക്കും കൊടുക്കണം. അന്നേരം എൻ്റെ കയ്യിൽ 70,000 രൂപ കൊടുക്കണമെങ്കിൽ 56,000 കയ്യിലുള്ളൂ. അത് ഞാൻ രണ്ടുപേർക്ക് വീഴ്ച കൊടുത്ത്. ഇനി ബാക്കി 14,000 കൂടി വേണം. അത് ബാക്കി കിട്ടിയ എമൗണ്ട് നിന്ന് വീഴ്ച കൊടുക്കാം. ഇപ്പം എനിക്കൊരു 94,000 കിട്ടിയില്ലേ? ഈ 94,000 ഫുള്ള് വീതിക്കേണ്ട ആവശ്യമില്ലല്ലോ. എക്സസ് ക്യാപിറ്റൽ 14 കൂടി വീഴ്ചാൽ പോരെ. അപ്പം ആ 14,000 രൂപ വീഴ്ച കൊടുത്തു. ഏത് റേഷ്യോയിൽ? 5:2 എന്ന റേഷ്യോയിൽ വീതിച്ചു. അന്നേരം ഇവന് എത്ര കിട്ടി? 10,000 കിട്ടി, 4,000 കിട്ടി. നോക്കിക്കോണേ. അപ്പോൾ 60-ൽ നിന്ന് 10,000 പോയാൽ ബാക്കി 50,000 എമൗണ്ട് കൊടുക്കാനുണ്ട്. ഈ അക്ബറിന് ഒരു എമൗണ്ട് പോലും കൊടുത്തിട്ടില്ല. ഇവന് 24,000 കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 4,000 കൊടുത്ത് ഇനി 20 കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് കയ്യിലുണ്ടല്ലോ. 94,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എക്സസ് ക്യാപിറ്റൽ ഫുള്ള് സെറ്റിൽ ചെയ്ത് 94 നിന്ന് ലാസ്റ്റ് എക്സസ് ക്യാപിറ്റൽ 14 കൂടി സെറ്റിൽ ചെയ്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 80,000 രൂപ ബാക്കിയില്ലേ? എക്സസ് ക്യാപിറ്റൽ ഫുള്ള് സെറ്റിലായില്ലേ? ഇനി ബാക്കിയുള്ള ഈ 80,000 രൂപ എന്ത് ചെയ്യാം? നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീഴ്ച കൊടുക്കാം. ഈ 80,000 രൂപ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീഴ്ച കൊടുക്കാം. അപ്പോൾ 80,000 രൂപ വീതിക്കുമ്പം 40,000, 24,000, 60,000 കിട്ടും. അപ്പോൾ ഈ 50,000-ൽ നിന്ന് 40 സെറ്റിലായി, ബാക്കി 10 കൊടുക്കാനുണ്ട്. 30-ൽ നിന്ന് 24 സെറ്റിലായി, ബാക്കി 6 കൊടുക്കാനുണ്ട്. 20-ൽ നിന്ന് 16 സെറ്റിലായി, ബാക്കി 4 കൊടുക്കാനുണ്ട്. ബാലൻസ് ഡ്യൂ അത് കൊടുക്കാൻ നമ്മുടെ ഇനി റിയലൈസേഷൻ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് എന്ത്? റിയലൈസേഷൻ ലോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് തന്നെയല്ലേ മറ്റേ മെത്തേഡ് മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ് ചെയ്തപ്പോഴും കിട്ടിയത്? ഓക്കെ അല്ലേ? 10,000, 6,000, 4,000. ഓക്കെ ആണോ? ഇത്രയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതിനകത്ത് ഗാർണേഴ്സ് മുറകൾ അപ്ലൈ ആവും. പിന്നെ പീസ് മീൽ മെത്തേഡ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ചിലപ്പോൾ ചോദിക്കുക, പക്ഷെ ഭയങ്കര സിമ്പിളായിരിക്കും. ഒത്തിരി കോംപ്ലിക്കേഷൻ ആവില്ല, ഉറപ്പാണ്. ഓക്കെ. അന്നേരം നമ്മൾ ഡിസൊല്യൂഷനകത്ത് എന്താ ഡിസൊല്യൂഷൻ, ഏതൊക്കെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു ബേസ് ക്വസ്റ്റ്യൻ. അതിൽ ഗാർണേഴ്സ് മുറകൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ചെയ്തു. പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ 2 മെത്തേഡ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇത് ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ തന്നിരിക്കുന്ന ഈ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല തിയറിയും കൂടി പഠിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയോ, പ്രീവിയസിൽ വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി ടു പാസ്റ്റ് ഫോർ ദ റെക്കോർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ? ഓക്കെ അല്ലേ? ഡിസൊല്യൂഷൻ ടൈമിൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്താണെന്നും. ഓക്കെ അല്ലേ? റിയലൈസേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്?
ആലോചിച്ച് നോക്ക്, റിയലൈസേഷൻ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഇവരുടെ ക്യാപിറ്റൽ കൂടില്ലേ? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അന്നേരം എൻട്രി എങ്ങനെ വരും? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? വെൻ ഷുഡ് എ ഫേം കമ്പൾസറി ഡിസോൾവ്ഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കമ്പൾസറി ഡിസൊല്യൂഷൻ എപ്പോഴാണ് ആവുന്നത് എന്നാണ് നടക്കുന്നു. കണ്ട, ദ പാർട്ട്ണർ ബിക്കം അൺസൗണ്ട് മൈൻഡ്, എല്ലാ പാർട്ട്ണറും പാപ്പരായി, ഇൻസോൾവൻ്റ് ആയി, ദ ഫേം ബിസിനസ് ഫേം ബിക്കം ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നടന്നു, എല്ലാവരും റിട്ടയർ ആയി. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സംഭവിക്കുന്നത് കമ്പൾസറി ഡിസൊല്യൂഷൻ ആകുന്നത്. ഓക്കെ അല്ലേ? ഇത് 3 പോയിന്റ്, ചിലപ്പോൾ 2 മാർക്കാണെങ്കിൽ 3 പോയിന്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ഇതിലുണ്ട്. ഇത് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉള്ള മിക്സ് ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.